മതിയായവൻ, എന്റെ ദൈവം മതിയായവൻ, ഏതു നേരത്തും മതിയായവൻ, എനിക്കെന്നു ദൈവമവൻ. ഏതു നേരത്തും മതിയായവൻ, എനിക്കെന്നു ദൈവമവൻ. തന്നിലാശ്രയിച്ചിടുകിൽ ഒന്നിലും കുറഞ്ഞിടാതെ, തന്നിലാശ്രയിച്ചിടുകിൽ ഒന്നിലും കുറഞ്ഞിടാതെ, മണ്ണിൽ തൻ ബലത്താലെ നടത്തും എന്റെ ദൈവമെന്നും. മണ്ണിൽ തൻ ബലത്താലെ നടത്തും എന്റെ ദൈവമെന്നും. എന്റെ ദൈവം മതിയായവൻ, എന്റെ ദൈവം മതിയായവൻ, ഏതു നേരത്തും മതിയായവൻ, എനിക്കെന്നു ദൈവമവൻ. ഏതു നേരത്തും മതിയായവൻ, എനിക്കെന്നു ദൈവമവൻ. ക്ലേശം നേരിടും നേരം എന്നാശ ഉഴറിടുമ്പോൾ, ക്ലേശം നേരിടും നേരം എന്നാശ ഉഴറിടുമ്പോൾ, യേശു താനരികിൽ വന്നാശ്വസിപ്പിക്കും ശാശ്വതമായി. യേശു താനരികിൽ വന്നാശ്വസിപ്പിക്കും ശാശ്വതമായി. എന്റെ ദൈവം മതിയായവൻ, എന്റെ ദൈവം മതിയായവൻ, ഏതു നേരത്തും മതിയായവൻ, എനിക്കെന്നു ദൈവമവൻ. ഏതു നേരത്തും മതിയായവൻ, എനിക്കെന്നു ദൈവമവൻ. ഏറിടുന്ന വേദനയിൽ നീറിടും തീച്ചൂളയതിൽ, ഏറിടുന്ന വേദനയിൽ നീറിടും തീച്ചൂളയതിൽ, കൂടെ വന്നു താൻ നടക്കും സഖിയായി കൈവിടുകില്ല. കൂടെ വന്നു താൻ നടക്കും സഖിയായി കൈവിടുകില്ല. എന്റെ ദൈവം മതിയായവൻ, എന്റെ ദൈവം മതിയായവൻ, ഏതു നേരത്തും മതിയായവൻ, എനിക്കെന്നു ദൈവമവൻ. ഏതു നേരത്തും മതിയായവൻ, എനിക്കെന്നും ദൈവമവൻ. കാണും ഞാൻ മുഖാമുഖമായി പ്രാണനാഥനെ വിരവിൽ, കാണും ഞാൻ മുഖാമുഖമായി പ്രാണനാഥനെ വിരവിൽ. അണിയേറ്റ പാണിയാലെ തുടയ്ക്കും കണ്ണുനീരല്ല, അണിയേറ്റ പാണിയാലെ തുടയ്ക്കും കണ്ണുനീരല്ല. എന്റെ ദൈവം മതിയായവൻ, എന്റെ ദൈവം മതിയായവൻ, ഏതു നേരത്തും മതിയായവൻ, എനിക്കെന്നു ദൈവമവൻ. ഏതു നേരത്തും മതിയായവൻ, എനിക്കെന്നു ദൈവമവൻ.
ദൈവനാമത്തിന് നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. രാവിലെ തന്നെ നമുക്കെല്ലാവർക്കും കടന്നു വരുവാൻ തക്കവണ്ണം സഹായിച്ചു. വലിയവനായിരിക്കും ദൈവത്തിന് നന്ദിയോടുകൂടി നമുക്ക് സ്തോത്രം ചെയ്യാം. ഇന്നലെ നമുക്ക് പ്രിയ ദേവദാസനിൽ നിന്നും കേൾക്കുവാനായിട്ട് സാധിച്ചത് യേശുക്രിസ്തുവിന്റെ കന്യാജാനത്തെക്കുറിച്ചുള്ള പ്രവചന തെളിവുകൾ ആദ്യമായിട്ട് താൻ സംസാരിച്ചു. അതിനുശേഷം രണ്ടാമത്തെ സുവിശേഷങ്ങളിൽ നിന്നുള്ള ചരിത്ര തെളിവുകളെക്കുറിച്ച് പ്രിയ സഹോദരൻ നമ്മളെ ഓർപ്പിച്ചു. വിശദമായിട്ട് തന്നെ ആ കാര്യങ്ങളൊക്കെ ഓർപ്പിക്കുവാനായിട്ട് സാധിച്ചു. വലിയവനായിരിക്കും ദൈവം സഹായിച്ചു. കേൾക്കുന്ന നമുക്കും അത് ഏറ്റവും അനുഗ്രഹമായി തീർന്നുവെന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. ഇന്ന് മൂന്നാം ദിവസമായിട്ട് ഉള്ള ഇന്നും അത് തന്നെ തുടരുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കട്ടെ. ക്രിസ്തുവിന്റെ കന്യകാ ജനനത്തെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾക്ക് കേൾക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കർത്താവിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയുവാൻ ഒരു അവസരം കൂടി നമുക്ക് ഈ ലോകത്തിൽ വെച്ച് ലഭിച്ചിരിക്കുകയാണ്. ഒരുവനായിരിക്കും ദൈവം തുടർന്നും നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഇരിക്കാം. ഇത് പ്രാർത്ഥനയ്ക്ക് ശേഷം ജോയി ചാക്കോ സഹോദരൻ പ്രാർത്ഥിച്ചതിന് ശേഷം സഹോദരന് ബൈബിൾ ക്ലാസ് എടുക്കുന്നതായിരിക്കുമെന്ന് ഓർപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപിതാവാം നല്ല ദൈവമേ, ഈ നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവുമായ യേശുക്രിസ്തു മുഖാന്തരം ദൈവമേ ഒരു പ്രാവശ്യം കൂടെ തിരുസനിലേക്ക് കടന്നു വന്ന് ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന കർത്താവിനെ സ്തുതിപ്പാൻ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് നൽകിയ വലിയ ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഓ ദൈവമായ കർത്താവെ, അവിടുന്ന് എത്ര ഉന്നതനാണ്. സ്വർഗം വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് ഞങ്ങളെ തേടി വന്ന ദൈവത്തിന്റെ മാഹാത്മ്യങ്ങളെക്കുറിച്ച് കർത്താവെ പഠിപ്പാൻ ഞങ്ങളെ സഹായിച്ചതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലും കർത്താവിന്റെ തിരുവചനത്തിന്റെ മുൻപിൽ അടിയങ്ങൾക്കായിരിക്കാനും കർത്താവെ തിരുവചന സത്യങ്ങളെ അടിയങ്ങൾക്ക് പഠിപ്പാൻ അവിടുത്തെ ദാസനെ അവിടുന്ന് ഉപയോഗിച്ചതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്നും കർത്താവെ എളിയവർ അവിടുത്തെ സന്നിധിയിൽ കടന്നു വരുന്നു. ഞങ്ങളെ സഹായിക്കണം, അവിടുത്തെ ദാസനെ ബലപ്പെടുത്തണം. അവിടുത്തെ കൃപ ദൈവമേ ഞങ്ങൾക്ക് എല്ലാവർക്കും ധാരാളമായി നൽകി തിരുവചന സത്യങ്ങൾ വ്യക്തമായി പഠിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ വചന പഠനം ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിന്, ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അത് പരിവർത്തനത്തിന് കാരണമാക്കി തീർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സമസ്ത കാര്യങ്ങളും അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കട്ടെ. അവിടുത്തെ ദാസനെ ബലപ്പെടുത്തണം. ഏഴകളാകുന്ന ഞങ്ങൾക്കും കൃപ നൽകണമേ. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തുതി സ്തോത്ര ബഹുമാനങ്ങളൊക്കെയും അവിടുത്തെ പാദപീഠത്തിൽ ഞങ്ങൾ കൊണ്ടുവരട്ടെ. കർത്താവിന്റെ രക്ഷിതാവായ യേശുക്രിസ്തു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവർക്കും പ്രഭാതവന്ദനം. കഴിഞ്ഞ രാത്രിയിലെ വളരെ സുഖകരമായ നിദ്രയ്ക്ക് ശേഷം ഒരു പുതിയ പ്രഭാതം കണ്ടുണരുവാനും ദൈവവചനത്തിന് മുൻപിലിരിപ്പാനും ദൈവം നമുക്കൊരുക്കി തന്നിരിക്കുന്ന ഈ സമയത്തെ ഓർത്ത് ദൈവത്തിന് മഹത്വം കരയേറ്റാം. കർത്താവിനെ സ്തുതിക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കന്യകാ ജനനത്തെ സംബന്ധിച്ചുള്ള പഠനത്തിൽ കർത്താവിന്റെ കന്യകാ ജനനത്തിനുള്ള തെളിവുകളെക്കുറിച്ചുള്ള ചിന്തയാണ് നാം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലൊന്നാമത് പ്രവചനത്തിൽ കന്യകാ ജനനത്തിനുള്ള തെളിവുകൾ. പ്രധാനമായും 2 തെളിവുകളാണ് നാം എടുത്തത്. ക്രിസ്തുവിന്റെ കന്യകാ ജനനത്തെ സംബന്ധിച്ച് നിരവധി തെളിവുകൾ പഴയ നിയമത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ പ്രവാചകന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും വളരെ അത്യാവശ്യമായി അവയിൽ എല്ലാം തന്നെ പ്രാധാന്യമർഹിക്കുന്നതാണെങ്കിലും നമുക്ക് വേഗത്തിൽ ചിന്തിക്കുവാൻ സാധിക്കുന്ന 2 വാക്യങ്ങൾ അതോടുള്ള ബന്ധത്തിൽ നാം എടുത്ത് വിശദീകരിക്കുകയായിരുന്നു. അപ്പോൾ തന്നെ നാം ഒരു കാര്യം ഓർക്കേണ്ടത്, ഇത് പിതാക്കന്മാർക്ക് നൽകിയ ഒരു വാഗ്ദാനമായിരുന്നു കർത്താവായ യേശുക്രിസ്തു. ആ വാഗ്ദാനമാണ് പ്രവാചകന്മാർ പ്രവചിച്ചത്. ആ വാഗ്ദാനത്തെ സംബന്ധിച്ച് പറയുന്ന 2 വാക്യങ്ങൾ പ്രാരംഭമായി വായിപ്പിച്ചിട്ട് അടുത്ത വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. റോമാലേഖനം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കാം. റോമാലേഖനം 1-ാം അധ്യായം 1-ഉം 2ഉം വാക്യങ്ങൾ വായിക്കാം. 1-ഉം 2ഉം. ദൈവം തന്റെ പുത്രനും
നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുൻകൂട്ടി വാഗ്ദാനം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ചു വിളിക്കപ്പെട്ട അവിടെ കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ പിതാക്കന്മാരോട് മുമ്പുകൂട്ടി വാഗ്ദത്തം ചെയ്തതാണ് യേശുക്രിസ്തു. ആ വാഗ്ദത്തത്തിന്റെ നിവൃത്തിയായിരുന്നു ക്രിസ്തുവിന്റെ കന്യകാ ജനനം എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. മറ്റൊരു വാക്യം കൂടെ റോമാലേഖനത്തിനും തന്നെ, റോമാലേഖനം 15-ാം അധ്യായം 8-ാം വാക്യം. ഞാനധികം വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, നമ്മുടെ ക്ലാസ് ശനിയാഴ്ച കൊണ്ട് തീർക്കണമല്ലോ. 15-8. പിതാക്കന്മാർക്ക് ലഭിച്ച വാഗ്ദാനങ്ങളെ ഉറപ്പിക്കേണ്ടതിന് ക്രിസ്തു ദൈവത്തിന്റെ സത്യനിമിത്തം പരിച്ഛേദനയ്ക്ക് ശുശ്രൂഷക്കാരനായി തീർന്നു. പിതാക്കന്മാർക്ക് ലഭിച്ച വാഗ്ദാനം എന്നവിടെ പറയുന്നുണ്ട് ക്രിസ്തു. അപ്പോൾ ഇതെല്ലാം കൂടെ നാം കൂട്ടി വായിക്കുമ്പോൾ യേശുക്രിസ്തു പിതാക്കന്മാർക്ക് ലഭിച്ച വാഗ്ദാനമാണ്. ആ വാഗ്ദാനം പഴയ നിയമ തിരുവെഴുത്തുകളിൽ ആദ്യോടന്തം നാം ശ്രദ്ധിക്കുന്നുണ്ട്. ആ വാഗ്ദാനത്തെ സംബന്ധിച്ചുള്ള പ്രവചനങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ചത്. അപ്പോൾ ഇതെല്ലാം യേശുക്രിസ്തുവിന്റെ കന്യകാ ജനനത്തിന്റെ തെളിവുകളായിട്ടിരിക്കുന്നു എന്നോർപ്പിക്കാനാണ് ഈ 2 വാക്യങ്ങളും കൂടെ ഞാൻ വായിച്ച് കേൾപ്പിച്ചത്. ക്രിസ്തുവിന്റെ കന്യകാ ജനനത്തിന്റെ 2ാമത്തെ തെളിവുകൾ ചരിത്ര തെളിവുകളാണ്. ഇവിടെ അത് ആമുഖത്തിൽ പ്രസ്താവിക്കുകയുണ്ടായി. ആ ചരിത്ര തെളിവുകൾ എന്ന് പറയുന്നത് സുവിശേഷങ്ങളിലെ തെളിവുകളാണ്. പ്രത്യേകിച്ച് 2 സുവിശേഷങ്ങളിൽ യേശുക്രിസ്തുവിന്റെ കന്യകാ ജനനത്തെ സംബന്ധിച്ചുള്ള വിവരണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ ദിവസം നാം എഴുതിയെടുത്തതാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 16 മുതൽ 25 വരെയുള്ള വാക്യങ്ങളും, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിലുമാണ് ആ വിവരണങ്ങൾ ഉള്ളത്. കഴിഞ്ഞ ദിവസം അത് മുഴുവൻ ചിന്തിച്ചു എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല, ഞാൻ മുഴുവൻ പറഞ്ഞില്ല. അതിനെ സംബന്ധിച്ചൊരു ആമുഖം മാത്രമാണ് പറഞ്ഞത്. ഇനിയും ആ 2 വിവരണങ്ങളിലേക്ക് കടന്നിട്ട് ക്രിസ്തുവിന്റെ കന്യകാ ജനനത്തെ സംബന്ധിച്ചുള്ള തെളിവുകൾ ആ ഭാഗങ്ങളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ഇപ്പോൾ നാം ചിന്തിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിച്ചു, ഇത് കേവലം ഒരു ഐതിഹ്യ കഥയായി ചിന്തിക്കുന്ന ആൾക്കാർ ധാരാളമുണ്ട്. അതിന്റെ കാരണവും ഞാൻ ഓർപ്പിക്കുകയുണ്ടായി. ദൈവത്തിന്റെ പരമാധികാരത്തിലോ ദൈവത്തിന്റെ പ്രകൃത്യാദി ശക്തിയിലുള്ള വിശ്വാസമോ ഇല്ലാത്തതിനാലാണ് അവരിങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. എന്നാൽ ദൈവകൃപയാൽ നമുക്ക് അതിലുള്ള വിശ്വാസം, ദൈവത്തിന്റെ പരമാധികാരത്തെ അംഗീകരിക്കാനുള്ള, ദൈവത്തിന് സകലവും സാധ്യമാണെന്നുള്ള ആ വലിയ വിശ്വാസം നമ്മിൽ ഉള്ളതുകൊണ്ട് നമുക്കിത് വിശ്വസിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. അതിനുള്ള കൃപ ദൈവം നമുക്ക് നൽകി. അത് പറഞ്ഞാണ് കഴിഞ്ഞ ദിവസം ഈ ക്ലാസ് ഞാൻ അവസാനിപ്പിച്ചത്. എന്നാൽ ഇന്ന് ഈ 2 വേദഭാഗങ്ങളിൽ നിന്ന് ക്രിസ്തുവിന്റെ കന്യകാ ജനനത്തിന് നൽകുന്ന തെളിവുകൾ എന്തൊക്കെയാണ് എന്ന് ഓടിച്ചൊന്ന് പറഞ്ഞ് അടുത്ത ഭാഗത്തേക്ക് കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ കന്യകാ ജനനത്തിനുള്ള 1ാമത്തെ തെളിവ് ഈ വേദഭാഗത്ത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ ശ്രദ്ധിക്കുന്ന പക്ഷം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തു ഒഴികെ അതിനു മുൻപ് പറഞ്ഞിരിക്കുന്ന എല്ലാവരെ സംബന്ധിച്ചും ജനിപ്പിച്ചു 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 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ വംശാവലി ആരംഭിക്കുന്നത് അബ്രഹാമിന്റെ മകനായ ദാവീദിന്റെ മകനായ യേശുക്രിസ്തുവിന്റെ വംശാവലി. തുടരുന്നത് അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു. ഇസഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു. യാക്കോബ് യഹൂദയെയും അവന്റെ സഹോദരന്മാരെയും ജനിപ്പിച്ചു. അങ്ങനെ ജനിപ്പിച്ചു 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 എന്ന് പറഞ്ഞു വന്നിട്ട്
ഇനിയും 1-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം ഒന്ന് വായിച്ചു കേൾക്കാം നമുക്ക്. 1-ാം അധ്യായം 16-ാം വാക്യം. യാക്കോബ് മറിയയുടെ ഭർത്താവായ യോസേഫിനെ ജനിപ്പിച്ചു. അവളിൽ നിന്ന് ക്രിസ്തു എന്നുപേരുള്ള യേശു ജനിച്ചു. നോക്കിയേട്ടെ, ഇതിന് വലിയൊരു വിശദീകരണത്തിന്റെ ആവശ്യമില്ലാതെ വണ്ണം യേശുക്രിസ്തുവിന്റെ കന്യകാ ജനനത്തിന്റെ തെളിവ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇവിടെ നൽകിയിരിക്കുക വിശുദ്ധ മത്തായിയിലൂടെ. അപ്പോൾ 16-ാം അധ്യായത്തിന്റെ ആരംഭം വരെയും ഒരാളെ ജനിപ്പിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം അതിന്റെ ഒടുവിലത്തെ കണ്ണിയായിട്ട് യാക്കോബ് മറിയയുടെ ഭർത്താവായ യോസേഫിനെ ജനിപ്പിച്ചു. തുടർന്ന് വരേണ്ടിയത്, ആ പറഞ്ഞു വരുന്നതിന്റെ തുടർച്ചയായി വരേണ്ടിയിരുന്നത്, യോസേഫ് മറിയയിലൂടെ യേശുവിനെ ജനിപ്പിച്ചു എന്നാണ് വരേണ്ടത്. പക്ഷേ അങ്ങനെ പറയാതെ പെട്ടെന്നൊരു വ്യത്യാസം അവിടെ വരുത്തിയിട്ട് യോസേഫിനെ തള്ളി നീക്കിയിട്ട് പറയുന്നു, അവളിൽ നിന്ന് യേശു ജനിച്ചു. അപ്പോൾ യേശുക്രിസ്തുവിന്റെ കന്യകാ ജനനത്തെ സംബന്ധിച്ചുള്ള ഒരു വലിയ തെളിവാണ് ആ 16-ാം വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഏതാണ്ട് ഇതിനോട് നമുക്ക് അനുബന്ധമായി സമാനമായി ചിന്തിക്കാൻ കഴിയുന്ന ഒരു വാക്യമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 6-ാം വാക്യം. അവിടെ ഇതേ പ്രയോഗമാണ് നടത്തിയിരിക്കുന്നത്. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. അവിടെയും അതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, യേശുക്രിസ്തു ജനിച്ചത് പുരുഷ ബന്ധത്തിലല്ല, പുരുഷ സമ്പർക്കത്തിലല്ല, സ്ത്രീയുടെ സന്തതിയായി. അത് നമ്മൾ പിന്നീട് ചിന്തിക്കുന്നുണ്ട്. കന്യകയുടെ മകനായി ജനിച്ചു. അവിടുന്ന് ജനിപ്പിക്കപ്പെട്ടവനല്ല, അവിടുന്ന് ജനിച്ചവനാണ്. ജനിപ്പിക്കപ്പെടണമെങ്കിൽ ഒരു പുരുഷ ബന്ധം വേണം. അങ്ങനെ പുരുഷബന്ധമുണ്ടെങ്കിൽ കന്യകയുടെ മകനായിട്ട് ക്രിസ്തു ജനിച്ചു എന്ന് പറയാൻ സാധ്യമല്ല. അപ്പോൾ യേശുക്രിസ്തു പുരുഷബന്ധമില്ലാതെ സ്ത്രീയിലൂടെ ജനിച്ചു എന്നുള്ള തെളിവ് ക്രിസ്തുവിന്റെ കന്യകാ ജനനത്തിന്റെ ശക്തമായ ഒരു തെളിവായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ലോക ചരിത്രത്തിൽ ജനിച്ചവൻ ഒരുവനേ ഉള്ളൂ. അങ്ങനെ അങ്ങ് പറഞ്ഞു പോകാം. ജനിച്ചവൻ ഒരുവനേ ഉള്ളൂ. ഇതിനു മുൻപുണ്ടായിട്ടുള്ളതും ഇപ്പോൾ ഉള്ളവരും ഇനി ഉണ്ടാകാൻ പോകുന്നവരുമെല്ലാം എങ്ങനെയുള്ളവരാ? ജനിപ്പിക്കപ്പെട്ടവരും ജനിപ്പിക്കപ്പെടുന്നവരും ജനിപ്പിക്കപ്പെടാനുള്ളവരുമാണ്. അതിന്റെ നടുവിൽ പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിൽ ഇതാ ഒരുവൻ വിരാജിക്കുന്നു. അവിടുന്ന് ജനിച്ചവനാണ്, ജനിപ്പിക്കപ്പെട്ടവനല്ല. ദൈവത്തിനു സ്തോത്രം. അത് ക്രിസ്തുവിന്റെ കന്യകാ ജനനത്തിന്റെ ഒന്നാമത്തെ തെളിവാണ്. രണ്ടാമത്തെ തെളിവ്, പുരുഷബന്ധത്താലല്ല ക്രിസ്തു ജനിച്ചതെങ്കിൽ പിന്നെങ്ങനാ ജനിച്ചത്? അതാണ് കന്യകാ ജനനത്തിനുള്ള രണ്ടാമത്തെ തെളിവ്. നമുക്കറിയാവുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 20-ാം വാക്യം. അറിയാവുന്ന വാക്യമാണെങ്കിലും എടുത്തു വായിപ്പിച്ചിട്ട് വിവരിക്കുന്നത് വളരെ നല്ലതാണ്. ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിന്റെ മകനായ യോസേഫേ, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു. ഇവിടുത്തെ പശ്ചാത്തലം നമുക്കറിയാം. യോസേഫുമായി വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ട ആളായിരുന്നല്ലോ മറിയ. എന്നാൽ മറിയ ഗർഭവതിയാണ് എന്നുള്ളത് യോസേഫ് അറിഞ്ഞപ്പോൾ ലോകാപവാദം അവൾക്കുണ്ടാകാതിരിക്കാൻ ഗൂഢമായി മറിയെ ഉപേക്ഷിക്കാനായിട്ട് യോസേഫ് തീരുമാനിച്ചു. നമുക്ക് നമ്മുടെ വിഷയമല്ലെങ്കിലും യോസേഫ് ഒരു നല്ല ഭർത്താവാണ്. ഭാര്യയ്ക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായി എന്ന് 10 നാട്ടുകാരുകൾക്ക് വിളിച്ചു പറയാതെ അവൾക്ക് ലോകാപവാദം വരാതിരിക്കാൻ, അത് ഇന്നത്തെ ഭർത്താക്കന്മാർ, ഇന്ന് നമ്മുടെ ഭാര്യമാരൊക്കെ അങ്ങനെ പോകുന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ തെറ്റാണെങ്കിലും മറ്റുള്ളവരോട് കൂടി, എനിക്കൊരു പെണ്ണും പിള്ളയുണ്ട്, അവിടെ കൂടെ ഭയങ്കര ബുദ്ധിമുട്ടാന്നേ, ഞാനായിട്ട് അവളുടെ കൂടെ ഇത് 10 പേരോട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നോർത്തെ, 2 പേരും കൂടെ നല്ല കാറിൽ നല്ല ഡ്രസ്സ് ധരിച്ച് ഒരു വിവാഹത്തിനായിട്ട് വരുമ്പോൾ ആ ഓഡിറ്റോറിയത്തിനകത്തേക്ക് കയറുമ്പോൾ
ഇയാളെ ശ്രദ്ധിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇയാൾ ഭാര്യയെക്കുറിച്ച് ആരോടൊക്കെ പറഞ്ഞിട്ടുണ്ടോ അവരെല്ലാം ഈ ഭാര്യയെ ശ്രദ്ധിക്കുന്നു. തൊട്ടുരുമി നടക്കുക, ഇവളെങ്ങനെയുള്ളവളാണെന്ന് ഈ പുള്ളി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഈ ഭാര്യമാരെക്കുറിച്ച് കുറ്റം പറഞ്ഞ് നടക്കുന്ന ഭർത്താക്കന്മാരുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എനിക്കെതിരെ പുരികം ചുളിക്കുകയില്ല. എനിക്കറിയാം, പലരെ എനിക്കറിയാം. വളരെ അടുത്ത സുഹൃത്തുക്കളോടെങ്കിൽ ഈ ഭാര്യമാരുടെ കുറ്റം പറഞ്ഞ് നടക്കും. പറയരുത്, അവർക്കൊരു നല്ല മാതൃകയാണ് ഈ യോസേഫ്. പോട്ടെ, നമ്മുടെ വിഷയം അതല്ലല്ലോ. അങ്ങനെ ഗൂഢമായി ഉപേക്ഷിക്കാനായിട്ട് തീരുമാനിച്ചപ്പോൾ ദൈവദൂതൻ യോസേഫിനോട് പറയുന്ന വാക്കുകളാണ് നാം ഇവിടെ ശ്രദ്ധിച്ചത്. അവളിൽ ഉൽപ്പാദിതമായത് മനുഷ്യരാൽ ആരുമല്ല, മനുഷ്യരാലൊന്നുമല്ല, പരിശുദ്ധാത്മാവിനാൽ അത്രേ. അപ്പോൾ മറിയയിൽ യേശുക്രിസ്തു ഉരുവായത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ, പുരുഷ സമ്പർക്കമോ മാനുഷിക ബന്ധമോ ഒന്നുമില്ലാതെ ദൈവീക പ്രവർത്തനത്താലാണ് ഇത് സംഭവിച്ചത്. ഇവിടെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച വേദഭാഗം വരുന്നത്. ദൈവത്തിന് അസാധ്യമായത് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അസാധ്യമായതിനെ സാധ്യമാക്കി തീർക്കുന്നത് ഈ ദൈവാത്മാവിന്റെ പ്രവർത്തനത്താലാണ്. അത് നമുക്കവിടെ യേശുക്രിസ്തുവിന്റെ കന്യകാ ജനനത്തിന്റെ വലിയൊരു തെളിവായിട്ട് എടുക്കാൻ കഴിയും. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെല്ലാം വിവരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിന് നിവൃത്തിയില്ലല്ലോ. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം വായിക്കുമ്പോൾ വെള്ളത്താൽ മൂടപ്പെട്ട് കിടന്ന ഭൂമിയുടെ ഉദ്ധാരണത്തിനു വേണ്ടി പ്രവർത്തിച്ചതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം പരിശുദ്ധാത്മാവായിരുന്നുവെന്ന് അതിന്റെ ആരംഭവാക്യങ്ങൾ വായിക്കുമ്പോൾ അറിയാം. ആ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു. മറ്റൊരു വാക്ക് പൊരുന്നിരുന്നു. മുട്ടയുടെ മുകളിൽ ഒരു കോഴി അടയിരുന്ന് കോഴിക്കുഞ്ഞുങ്ങളെ വിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഭൂമിയുടെ മേൽ, ഈ ആഴത്തിന്റെ മേൽ അടയിരുന്ന് ഈ ഭൂമിക്കൊരു നവീകരണമുണ്ടായതായിട്ട്, നവോത്ഥാനമുണ്ടായതായിട്ട് നാം അവിടെ വായിക്കുന്നുണ്ട്. ഇതുപോലെയാണ് ഒരുവന്റെ രക്ഷയോടുള്ള ബന്ധത്തിലും. പുതുമനുഷ്യനെ ധരിച്ചിരിക്കുന്നു, പുതിയ സൃഷ്ടിയായി തീർന്നിരിക്കുന്നു. ഈ പുതിയ മനുഷ്യനും പുതിയ സൃഷ്ടിയുമൊക്കെ ഒരു പാപിയായ മനുഷ്യനിൽ എങ്ങനെയുണ്ടാകുന്നു? വേദപുസ്തകം പഠിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താലാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. അങ്ങനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നവങ്ങളായിരിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തും എന്നുള്ളത് തിരുവെഴുത്ത് വെളിപ്പെടുത്തുന്നുണ്ട്. ഇവിടെയും നമുക്ക് അങ്ങനെയുള്ള പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ യേശുക്രിസ്തുവിന്റെ ജനനം സംഭവിച്ചു എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇതിനെക്കുറിച്ച് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ മറിയയ്ക്ക് ദൂതൻ നൽകുന്ന ഒരു വിശദീകരണമുണ്ട്. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം 35-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ലൂക്കോസ് 1:35 വേഗത്തിൽ വായിച്ചാട്ടെ. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടുമെന്നാണ്. അവിടെ നിഴലിടും എന്ന പ്രയോഗത്തിന് കൊടുത്തിരിക്കുന്ന വാക്ക് എപ്പിസ്കിയാസോ എന്ന വാക്കാണ്. എപ്പിസ്കിയാസോ, ആ വാക്കിന്റെ അർത്ഥം മുകളിൽ നിഴലിടുക അല്ലെങ്കിൽ മേൽ നിഴലിടുക എന്നാണ്. അപ്പോൾ അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിട്ടാണ് ഈ കാര്യം നടക്കാനായിട്ട് പോകുന്നത്. ഈ നിഴലിടുക എന്ന ഈ പ്രയോഗം പുതിയ നിയമത്തിൽ പലയിടങ്ങളിലായിട്ട് വരുന്നുണ്ട്. അതെവിടെയൊക്കെയാണെന്ന് ഞാനങ്ങ് പറയാം, എടുത്ത് വായിക്കണമെന്നില്ല. ഒന്നാമത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 5-ാം വാക്യത്തിലുണ്ട്. അവിടെ ഈ നിഴലിട്ടു എന്ന് വായിക്കുന്നുണ്ട്. അത് തന്നെ മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 7-ാം വാക്യത്തിലും പറഞ്ഞിട്ടുണ്ട്. ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായം 34-ാം വാക്യത്തിലും അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം 15-ാം വാക്യത്തിലും നിഴലിടുക, നിഴല് എന്ന വാക്ക് വരുന്നുണ്ട്. ഇവിടെയെല്ലാം പ്രയോഗിച്ചിരിക്കുന്നത് അത്യുന്നതന്റെ ശക്തി നിഴലിടും. ആ നിഴലിടും എന്ന പ്രയോഗം, ആ വാക്കാണ് ഈ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളിലെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെയെല്ലാം ഈ നിഴലിടുക എന്നുള്ള ഒരു വാക്ക് ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി മറിയയുടെ മേൽ നിഴലിട്ട് ഈ യേശുക്രിസ്തു ജനിച്ചു. അപ്പോൾ ക്രിസ്തുവിന്റെ കന്യകാ ജനനത്തിന്റെ ഒരു വലിയ തെളിവ് നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്.
മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനാൽ കന്യകയുടെ ഗർഭപാത്രം ഒരുക്കപ്പെട്ടു എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ മറിയയുടെ ഗർഭപാത്രം ക്രിസ്തുവിന്റെ ജനനത്തിനായി പരിശുദ്ധാത്മാവ് ഒരുക്കി. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ യേശുക്രിസ്തു സ്ത്രീയുടെ സന്തതിയായി കന്യകയുടെ മകനായി ലോകത്തിലേക്ക് ജനിച്ചു. അത് കന്യകാ ജനനത്തിനുള്ള തെളിവായിട്ട് ഈ രണ്ട് വേദഭാഗങ്ങൾ ഇരിക്കുന്നുണ്ട്. മൂന്നാമത്തെ തെളിവിലേക്ക് വരാം. യേശുക്രിസ്തുവിന്റെ കന്യകാ ജനനത്തിനുള്ള മൂന്നാമത്തെ തെളിവ്, അത് പുതിയ നിയമത്തിലെ മറ്റു പുസ്തകങ്ങളിലുള്ള തെളിവുകളാണ്. അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം മാത്രം ഞാൻ ഓർപ്പിക്കാം. പൗലോസിന്റെ ലേഖനത്തിൽ നിന്നാണ്. പൗലോസിന്റെ ലേഖനത്തിൽ ഗലാത്യ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം, അത് നമുക്കൊന്ന് വായിക്കാം. ഗലാത്യ ലേഖനം 4-ാം അധ്യായം 4-ാമത്തെ വാക്യം വായിക്കാം. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചു. അവിടെ ആ പ്രയോഗം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. യേശുക്രിസ്തുവിന്റെ കന്യകാ ജനനത്തിന്റെ തെളിവായി സുവിശേഷം മാത്രമല്ല, പുതിയ നിയമത്തിലെ മറ്റു പുസ്തകങ്ങളിലും അതിനുള്ള തെളിവുകളുണ്ട് എന്നതിന്റെ ഒന്നാമത്തെ വേദഭാഗമാണ് ഞാനിവിടെ ഇപ്പോൾ വായിച്ചു കേൾപ്പിച്ചത്. അവിടെ ഗലാത്യ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യത്തില് പൗലോസ് ആ ജനനത്തെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത്, എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി. അതിനാണ് ഈ സ്ത്രീയുടെ സന്തതി എന്ന് പറഞ്ഞിരിക്കുന്നത്. സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി. അപ്പോൾ അവിടെ പുരുഷ സമ്പർക്കമോ പുരുഷ ബന്ധമോ ഉള്ളതായിട്ട് തെളിയുന്നില്ല. സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി. ഇത് ഞാൻ ഓർപ്പിച്ചതുപോലെ അതും ഒരു വാഗ്ദത്തത്തിന്റെ നിവൃത്തിയാണ്. ഏത് വാഗ്ദത്തമാണ്? നാം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യം വായിക്കുമ്പോൾ സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ ചലിക്കും. സ്ത്രീയുടെ സന്തതി. അപ്പോൾ ആ സ്ത്രീയുടെ സന്തതി എന്നുള്ള വാഗ്ദത്തത്തിന്റെ നിവൃത്തിയാണ് ഇവിടെ സംഭവിച്ചത്. അത് ചരിത്രത്തിൽ, ആ വാഗ്ദത്തം ചരിത്രത്തിൽ സംഭവിച്ചു. ആ പ്രവചനം ചരിത്രത്തിൽ സംഭവിച്ചു. അതാണ് പൗലോസ് ഇവിടെ പറയുന്നത്, സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, അഥവാ സ്ത്രീയുടെ സന്തതിയായി. ഇതിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിച്ചതുപോലെ ഞാൻ ചില വാക്കുകൾ പറയുമ്പോൾ, കർത്താവിന്റെ ദാസൻ ഇവിടെയുണ്ടല്ലോ, യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് പറയുമ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഗെനെമെനോൻ എന്ന വാക്കാണ്. ആ വാക്കാണ് പൗലോസ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് പുരുഷബന്ധമില്ലാത്ത ജനനം എന്നാണ്. എന്നാൽ ഭർത്താവിനോട് ബന്ധിപ്പിക്കുന്ന വാക്ക് ഗന്ന ഓ എന്ന വാക്കാണ്. അത് പുരുഷബന്ധത്താൽ ഉണ്ടാകുന്ന ആ ജനനത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ പുരുഷബന്ധത്തെ സംബന്ധിച്ചോ പറഞ്ഞിരിക്കുന്ന വാക്കാണത്. എന്നാൽ ആ വാക്ക് ഉപയോഗിക്കാതെ ഞാൻ ഓർപ്പിച്ചതുപോലെ ഗെനെമെനോൻ എന്ന വാക്ക് പുരുഷബന്ധമില്ലാത്ത ആ ജനനത്തെക്കുറിച്ചാണ്. ആ പ്രയോഗമാണ് പൗലോസ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ പ്രയോഗം തന്നെ ബൈബിളിൽ പുതിയ നിയമത്തിൽ 2 ഭാഗത്ത് വരുന്നുണ്ട്. ഒന്ന് റോമാലേഖനം 1-ാം അധ്യായം 5-ാം വാക്യത്തിലും ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം 7-ാം വാക്യത്തിലും ഈ വാക്ക് പൗലോസ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ കന്യകാ ജനനത്തിന്റെ മൂന്നാമത്തെ തെളിവ്, അല്ലെങ്കിൽ രണ്ടാമത്, പുതിയ നിയമത്തിലെ രണ്ടാമത്തെ, മൊത്തത്തിൽ മൂന്നാമത്തെ തെളിവ്, സുവിശേഷങ്ങൾ ഒഴികെയുള്ള മറ്റു പുസ്തകങ്ങളിൽ, പ്രത്യേകിച്ച് അപ്പോസ്തോലനായ പൗലോസിന്റെ എഴുത്തുകളിൽ, ഗലാത്യ ലേഖനത്തിൽ ക്രിസ്തുവിന്റെ കന്യകാ ജനനത്തിന്റെ തെളിവ് നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഏറ്റവും ഒടുവിലായി ക്രിസ്തുവിന്റെ കന്യകാ ജനനത്തിന്റെ ഒടുവിലത്തെ തെളിവായി ഞാൻ പറയുന്നത് ആദിമസഭാ പാരമ്പര്യം ക്രിസ്തുവിന്റെ കന്യകാ ജനനത്തിന് തെളിവായിട്ടിരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ആദിമസഭയുടെ വിശ്വാസ പ്രമാണം, ഈ വിശ്വാസ പ്രമാണം ഉത്ഭവിക്കുന്നതിന് മുൻപ്, അല്ലെങ്കിൽ വിശ്വാസ പ്രമാണം എഴുതുന്നതിന് മുൻപ് തന്നെ അപ്പോസ്തോലിക കാലത്തിലെ വിശ്വാസം അതുതന്നെയാണ്. എന്നാൽ ആ വിശ്വാസത്തെ ഒരു പ്രമാണമാക്കി
ആദിമസഭ എഴുതുകയുണ്ടായി. ആ വിശ്വാസ പ്രമാണം, അതിന്റെ വിശ്വാസ പ്രമാണത്തിൽ പലതുണ്ട്. എന്നാൽ യേശുക്രിസ്തുവിന്റെ ജനനത്തോടുള്ള ബന്ധത്തില് വിശ്വാസ പ്രമാണം പറയുന്നത് അവിടുത്തെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു എന്ന വിശ്വാസ പ്രമാണം. അപ്പോൾ ഈ വിശ്വാസ പ്രമാണവും ആദിമ നൂറ്റാണ്ട് മുതൽ ഒരു കാര്യം വെളിപ്പെടുത്തുന്നതാണ്, ഒരു കാര്യത്തിന്റെ തെളിവാണ് യേശുക്രിസ്തുവിന്റെ കന്യകാ ജനനത്തിന്റെ തെളിവായിട്ടിരിക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ നാം ഇപ്പോൾ 4 കാര്യങ്ങൾ ഓർത്തു. കർത്താവായ യേശുക്രിസ്തുവിന്റെ കന്യകാ ജനനത്തിന്റെ ഒന്നാമത്തെ തെളിവ് പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തം അഥവാ പഴയ നിയമ പ്രവചന സാക്ഷ്യം. രണ്ടാമത് ചരിത്രത്തിലെ സാക്ഷ്യം, അത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷവും ലൂക്കോസിന്റെ സുവിശേഷവും അതിന്റെ വിശദീകരണവും നാം ചിന്തിക്കുകയുണ്ടായി. മൂന്നാമത്തെ സാക്ഷ്യം ബൈബിളിലെ പുതിയ നിയമത്തിലെ മറ്റു പുസ്തകങ്ങളിലെ സാക്ഷ്യം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് നാം ഓർത്തത്. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ ലേഖനത്തിൽ ക്രിസ്തുവിന്റെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി എന്ന് പറയുന്ന പ്രയോഗം കന്യകാ ജനനത്തിനുള്ള തെളിവാണ് എന്ന് നാം ഓർത്തു. നാലാമതായി ആദിമസഭയുടെ വിശ്വാസ പ്രമാണം യേശുക്രിസ്തുവിന്റെ കന്യകാ ജനനത്തിനുള്ള തെളിവായിട്ട് നമുക്ക് എടുക്കുവാനായിട്ട് സാധിക്കും. ഇനിയും നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിന്റെ ജഡധാരണം എന്ന വിഷയമാണ്. ക്രിസ്തുവിന്റെ ജഡധാരണം എന്ന തലക്കെട്ടോടുകൂടെ നാം ചിന്തിക്കുന്നത് അതിനൊരു കാരണമുണ്ട്. ക്രിസ്തു ജഡത്തിൽ ലോകത്തിൽ വെളിപ്പെട്ടു എന്നുള്ളത് നമ്മളൊക്കെ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ നാം അറിയേണ്ട മറ്റൊരു കാര്യം, ഇത് വിശ്വസിക്കാത്ത ഒട്ടധികം ആൾക്കാര് ഉണ്ട്. ഇത് വിശ്വസിക്കാത്ത ഒട്ടധികം ആൾക്കാരുണ്ട്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അപ്പോസ്തലന്മാരുടെ കാലഘട്ടം മുതൽ യേശുക്രിസ്തു ജഡത്തിൽ അവതരിച്ചു എന്ന് വിശ്വസിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. യോഹന്നാന്റെ ലേഖനം വാസ്തവത്തിൽ അവർക്കുള്ള ഒരു മറുപടിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അവരെ അറിയപ്പെട്ടിരുന്നത്, ചില വാക്കുകളൊക്കെ ബുദ്ധിമുട്ടായി, എങ്കിലും ഞാനതൊക്കെ എഴുതിയെടുത്തിട്ടുണ്ട്. ഡോസ് ഡോക്ടീസ് എന്ന് പറയുന്ന ആൾക്കാർ, ഡോസ് ഡോക്ടീസ് എന്ന് പറയുന്ന ആൾക്കാർ, ഇവരെ സംബന്ധിച്ച് പറഞ്ഞാൽ മായക്കാഴ്ചക്കാർ എന്ന് പറയാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ മായയാണ്. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ ഒരു മായാവിയെ പോലെയാണ് അവർ കണ്ടിരുന്നത്. ഈ ജഡത്തിലൊക്കെ നടന്നു പ്രവർത്തിച്ചു എന്നൊക്കെ പറയുന്നത് കേവലം മായ, തോന്നലായിരുന്നു, ഒരു മായാവിയായിരുന്നു. അല്ലാതെ ക്രിസ്തു ജഡത്തിൽ വന്നതല്ല, അങ്ങനെ നമുക്കങ്ങ് തോന്നുന്നതാണ്. അതിനാണ് ഈ മായക്കാഴ്ച എന്ന് പറയുന്നത്. അതാണ് അവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും അങ്ങനെയുള്ള സിദ്ധാന്തക്കാരുണ്ട്. അതായത് യേശുക്രിസ്തുവിനുള്ള ബന്ധത്തിലല്ല, എല്ലാം മായയാണ്. അത് ഞാൻ ഉണ്ടോയെന്ന് എനിക്കറിയാൻ വയ്യ, അതെന്റെ ഒരു സങ്കല്പമാണ്. ഞാനുണ്ട്, ഈ ബസ് വരുന്നു, ട്രെയിൻ വരുന്നു, അതെനിക്കൊരു മായ, അത് യാഥാർത്ഥ്യമല്ല, എനിക്കങ്ങനെ അങ്ങ് തോന്നുകയാണ്. ഞാൻ ബസ്സിൽ കയറുന്നത്, ട്രെയിനിൽ കയറുന്നത്, അതൊരു യാഥാർത്ഥ്യമല്ല, അതൊരു മായയാണ്. അതെനിക്കങ്ങനെ അങ്ങ് തോന്നുക, ഞാൻ ട്രെയിനിൽ കയറും, ഞാൻ തന്നെ ഒരു മായയാണ്. അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാര് എല്ലാ കാലത്തും ഉണ്ട്, ഇന്നുമുണ്ട്. അപ്പോൾ ഇവരുടെ പഠിപ്പിക്കലെന്ന് പറയുന്നത് യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്നൊക്കെ പറയുന്നത് വെറുതെയാ. അത് കേവലം ഒരു തോന്നല, ഒരു മായക്കാഴ്ചയാ, ഒരു മായാവിയെ പോലെ എന്നൊക്കെയാണ് അവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. മറ്റൊരു കൂട്ടരുണ്ട്, നോസിസ്റ്റുകൾ. അവര് ജ്ഞാനവാദികളാണ്. അവർക്കുള്ള മറുപടിയാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഈ പറഞ്ഞ കൂട്ടർക്കുള്ള മറുപടിയാണ് യോഹന്നാന്റെ ലേഖനത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തു ജഡം ധരിച്ചു ഭൂമിയിൽ വന്നില്ല, അത് കേവലം ഒരു തോന്നലാണ് എന്ന് പഠിപ്പിച്ചവർക്കുള്ള മറുപടി യോഹന്നാന്റെ ലേഖനത്തിൽ വളരെ വ്യക്തമായി യോഹന്നാൻ കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ആ വേദഭാഗം ഒന്ന് പരിശോധിച്ചിട്ട് മറ്റുള്ള കാര്യങ്ങളിലേക്ക് തിരിയാം. യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ അതിനുള്ള മറുപടിയാണ്. തുടർന്ന് 4-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. അതിനെ തുടർന്ന് 2 യോഹന്നാൻ 7-ാം അധ്യായം 9 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെയെല്ലാം ഈ കൂട്ടരെ സംബന്ധിച്ചുള്ള ഒരു വിശദീകരണം
യോഹന്നാൻ അപ്പോസ്തലൻ നൽകുന്നുണ്ട്. അതിൽ നമുക്ക് ചില വാക്യങ്ങൾ വായിക്കാം. 1 യോഹന്നാൻ 2-ാം അധ്യായം 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴികയാകുന്നു. എതിർക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ അനേകം എതിർക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കിയാൽ അന്ത്യനാഴികയാകുന്നു എന്ന് നമുക്കറിയാം. അവർ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടുവെങ്കിലും നമുക്കുള്ളവരായിരുന്നില്ല. അവർ നമുക്കുള്ളവർ ആയിരുന്നുവെങ്കിൽ നമ്മോടുകൂടെ പാർക്കുമായിരുന്നു. എന്നാൽ എല്ലാവരും നമുക്കുള്ളവരല്ല എന്ന് പ്രസിദ്ധമാകേണ്ടതല്ലോ. നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ച് സകലവും അറിയുന്നു. ഇനി മറ്റൊരു വാക്യം കൂടെ 4-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു. പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കിയാൽ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവിൻ. ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം, യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. യേശുക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടില്ല എന്ന് പഠിപ്പിക്കുന്നവരെ കുറിച്ചുള്ള വിവരണമാണ്. ഇനിയും 2 യോഹന്നാൻ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ കൂടെ വായിച്ചാണ്. യേശുക്രിസ്തുവിനെ ജഡത്തിൽ വന്നവൻ എന്ന് സ്വീകരിക്കാത്ത വഞ്ചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നുവല്ലോ. വഞ്ചകനും എതിർക്രിസ്തുവും ഇങ്ങനെയുള്ളവർ ആകുന്നു. ഞങ്ങളുടെ പ്രയത്നഫലം കളയാതെ പൂർണ്ണ പ്രതിഫലം പ്രാപിക്കേണ്ടതിന് സൂക്ഷിച്ചുകൊള്ളുവിൻ. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നുപോകുന്ന ഒരുത്തനും ദൈവമില്ല. ഉപദേശത്തിൽ നിലനിൽക്കുന്നവനോ പിതാവും പുത്രനുമുണ്ട്. നോക്കുക, ഈ പറഞ്ഞിരിക്കുന്ന വായിച്ചു കേട്ട വേദഭാഗത്തും ക്രിസ്തുവിന്റെ ജഡധാരണം വിശ്വസിക്കാതെ അതിനെതിരെ പഠിപ്പിക്കുന്നവരെ സംബന്ധിച്ചുള്ള വിവരണമാണ്. അപ്പോൾ നാം ഇപ്പോൾ എഴുതിയെടുത്ത കേട്ട ഈ 3 വേദഭാഗങ്ങളിലും ക്രിസ്തുവിന്റെ ജഡത്തിലുള്ള അവതാരത്തെ നിഷേധിച്ചവരെ സംബന്ധിച്ച് യോഹന്നാൻ അപ്പോസ്തലൻ തരുന്ന ഒരു വിവരണവും അതിനെതിരെ നമുക്കുണ്ടായിരിക്കേണ്ട ഒരു മുന്നറിയിപ്പുമാണ് യോഹന്നാൻ അവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ക്രിസ്തുവിനെ ജഡത്തിൽ വെളിപ്പെട്ടില്ല എന്ന് ആൾക്കാര് പഠിപ്പിച്ച ആ കാലത്ത് യോഹന്നാൻ ഇത് എഴുതിയതാണ്. ഇന്നും അങ്ങനെയുള്ള കൂട്ടരുണ്ട്. എന്നാൽ യോഹന്നാൻ അതിന് വ്യക്തമായ മറുപടി കൊടുക്കുന്നുണ്ട്. അഥവാ ക്രിസ്തു ജഡത്തിൽ അവതരിച്ചിരുന്നില്ല, അത് കേവലം ഒരു തോന്നലായിരുന്നു, കേവലം ഒരു മായയായിരുന്നു എന്ന് പഠിപ്പിച്ചവർക്കെതിരെ യോഹന്നാൻ നൽകുന്ന തെളിവ് വളരെ വിചിത്രമായിട്ട്, വളരെ വസ്തുനിഷ്ഠമായിട്ട് തന്നെ ഇരിക്കുന്നു. അതിന്റെ 1 യോഹന്നാൻ 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ വേഗത്തിലൊന്ന് വായിച്ചാട്ടെ. ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈതൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ടു സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. നിങ്ങളോട് ഞങ്ങൾ അറിയിക്കുന്നു, നിത്യജീവനെ നിങ്ങളോട് ഞങ്ങൾ അറിയിക്കുന്നു. ആരാണ് ഈ നിത്യജീവൻ? യോഹന്നാന്റെ 1-ാം ലേഖനത്തിൽ തന്നെ 5-ാം അധ്യായം 20-ാം വാക്യത്തിൽ ക്രിസ്തുവിനെ കുറിച്ച് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നിടത്ത് ഓർപ്പിക്കുന്നത് അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. അപ്പോൾ ഈ നിത്യജീവനെ കുറിച്ച് ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. അത് വെറുതെ അറിയിക്കുകയല്ല, അദ്ദേഹം അവിടെ തെളിവുകൾ നൽകുക. 1, ഞങ്ങൾ കേട്ടത്. അവിടെ പറഞ്ഞു ഞങ്ങൾ കേട്ടതാണ്. ഞങ്ങൾ വ്യക്തമായി കേട്ട കാര്യമാണ്. അഥവാ എവിടെ നിന്ന് കേട്ടു? ഈ നിത്യജീവനിൽ നിന്ന് കേട്ടതാണ്. യേശു ക്രിസ്തുവിൽ നിന്ന് ഞങ്ങൾ കേട്ടതാണ്. അപ്പൊ ഞങ്ങൾ കേട്ടു, അവനിൽ നിന്ന് നേരിട്ട് കേട്ടവരാണ് ഞങ്ങൾ. 3-3.5 വർഷക്കാലം അവനോട് കൂടെ നടന്ന് അവനിൽ നിന്ന് കേട്ട തെളിവാണ് യേശുക്രിസ്തു ജഡത്തിൽ അവതരിച്ചു എന്നതിന്റെ തെളിവായി ഞങ്ങൾ പറയുന്നത്. ഇനി അതുകൊണ്ട് തൃപ്തിപ്പെടുന്നില്ലെങ്കിൽ 2-ാമത്തെ തെളിവ് അദ്ദേഹം പറയുന്നത് എന്താ? സ്വന്തം കണ്ണ്. ഞങ്ങൾ കേൾക്കുക മാത്രമല്ല, ഞങ്ങളുടെ സ്വന്തം കണ്ണ് എന്ത് ചെയ്തു? കണ്ടതാണ്. ശരിക്ക് യേശുക്രിസ്തുവിനെ കണ്ട ഇവരെ പോലെ ആരാണ് ക്രിസ്തുവിനെ കണ്ടത്? യേശുക്രിസ്തുവിനെ നേരിട്ട് കണ്ട വ്യക്തികളാണ് ഈ അപ്പോസ്തലന്മാര്. യോഹന്നാനെ സംബന്ധിച്ച് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ നെഞ്ചോട് ചാഞ്ഞിരുന്ന ഒരു മനുഷ്യനാണ്. ആ പ്രയോഗം വരുന്നുണ്ട്. അടുത്തത് ഞങ്ങൾ കേട്ടു, ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടു, ഞങ്ങൾ നോക്കി.
അഥവാ ഞങ്ങൾ ശ്രദ്ധിച്ചു. കേവലം കാണുക മാത്രമല്ല ഞങ്ങൾ ചെയ്തത്, ഞങ്ങൾ എന്ത് ചെയ്തു? 3.5 വർഷം അവനെ ശരിയായി എന്ത് ചെയ്തു? ശ്രദ്ധിച്ചു. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഊഹാഭോഗമല്ല പറയുന്നത്, ഞങ്ങൾക്കുണ്ടായൊരു തോന്നലല്ല ഞങ്ങളിവിടെ പറയുന്നത്. ഞങ്ങൾ കേൾക്കുക മാത്രമല്ല, ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടത് കൂടാതെ ഞങ്ങൾ അവനെ ശ്രദ്ധിച്ചു കണ്ടതാണ്, ശ്രദ്ധിച്ചു നോക്കിയതാണ്. പിന്നെ ഒടുവിൽ പറയുന്നത് എന്താ? ഞങ്ങളുടെ കയ്യ് തൊട്ടതാ. അയ്യോ, ഞങ്ങൾ അവനെ തൊട്ടതാ. യോഹന്നാന് മറ്റേവരേക്കാൾ നന്നായിട്ട് ഈ വാക്കു പറയാം. എന്താ കാര്യം? അല്പം മുമ്പ് ഞാൻ ഓർപ്പിച്ചു, ശിഷ്യന്മാരിൽ ആരെങ്കിലും യേശുവിന്റെ നെഞ്ചിൽ ചാഞ്ഞിരുന്നതായി നാം കാണുന്നില്ല. അങ്ങനെ ഒരു അവസരം യോഹന്നാൻ അപ്പോസ്തലനാണ് ലഭിച്ചത്. ആ പെസഹായുടെ ദിവസം ക്രിസ്തുവിന്റെ നെഞ്ചോട് ഞാൻ ഇരുന്നതാ. ഞാൻ ചില നിമിഷങ്ങൾ യേശുവിന്റെ നെഞ്ചോട് ചാഞ്ഞിരുന്നതാ. അതുകൊണ്ട് ഇതൊരു തോന്നലല്ല, ഞാൻ തൊട്ടിട്ടുണ്ട്, എന്റെ കൈ തൊട്ടു, ഞാൻ ചാഞ്ഞിരുന്നതാ. എത്ര വലിയ തെളിവാണ് ക്രിസ്തു ജഡത്തിൽ അവതരിച്ചു എന്നതിന് യോഹന്നാൻ അപ്പോസ്തലൻ ഇതിനെതിരെ വാദിക്കുന്നവർക്ക് കൊടുക്കുന്നത് എന്നുള്ളത് നമ്മെ ആശ്ചര്യപ്പെടുത്തുന്ന കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിച്ചത്, യേശുക്രിസ്തുവിന്റെ ജഡാവതാരണത്തെ നിഷേധിക്കുന്നവർക്ക് അവരെ സംബന്ധിച്ചുള്ള വിവരണവും ഭയനിർദ്ദേശം വിശ്വാസികൾക്ക് കൊടുത്തിട്ട് യോഹന്നാൻ അപ്പോസ്തലൻ അതിനുള്ള വ്യക്തമായ തെളിവ് പറയുക. ഞങ്ങൾ അവനെക്കുറിച്ച് കേട്ടതാണ്, അവനിൽ നിന്ന് കേട്ടതാണ്. അവനെക്കുറിച്ച് കേൾക്കുക മാത്രമല്ല, അവനിൽ നിന്ന് ഞങ്ങൾ കേട്ടതാണ്. രണ്ടാമത്, ഞങ്ങളുടെ കണ്ണ് അവനെ കണ്ടതാണ്. മൂന്നാമത്, ഞങ്ങൾ അവനെ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. നാലാമത്, ഞങ്ങൾ അവനെ തൊട്ടതാണ്. ഞങ്ങളുടെ കൈ, മറ്റൊരാളുടെ കൈയല്ല, ഞങ്ങളുടെ കൈയ്യ് അവനെ തൊട്ടതാണ്. അങ്ങനെയുള്ള ഞങ്ങൾക്ക് യേശുക്രിസ്തു ജഡത്തിൽ അവതരിച്ചില്ലെന്ന് പറയാൻ സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, എത്ര ശക്തമായ ഒരു തെളിവാണ് യോഹന്നാൻ അപ്പോസ്തലൻ അവിടെ കൊണ്ടുവരുന്നത് എന്നുള്ളത് നാം ശ്രദ്ധിക്കണം. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ജഡാവതാരണത്തിൽ സംശയിക്കുന്നവർക്കുള്ള മറുപടി യോഹന്നാൻ തന്റെ ലേഖനത്തിലൂടെ കൊടുക്കുന്നതായി കാണാൻ കഴിയും. ഇനി നമുക്ക് ഇതര വേദഭാഗങ്ങളിൽ നിന്ന് യേശുക്രിസ്തുവിന്റെ ജഡധാരണത്തിന്റെ തെളിവുകള് ഒന്ന് വേഗത്തിൽ പരിശോധിക്കാം. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ വായിച്ചിട്ടുള്ളതാണെങ്കിലും പലപ്പോഴും നാം അത് ശ്രദ്ധിക്കാതെ പോയിട്ടുള്ളതാകാം. ആ ജഡാവതാരണത്തിന് വചനത്തിൽ നിന്നുള്ള തെളിവുകളിൽ ഒന്ന് ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ്. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം 6 മുതൽ 8 വരെ വായിക്കണമെന്നില്ല. അവിടെ പ്രധാനമായും പറയുന്ന ഒരു പ്രയോഗം, ഒന്ന് തന്നെ താൻ ഒഴിച്ചു, രണ്ടാമത് മനുഷ്യ സാദൃശ്യത്തിലായി. വേദപഠിതാക്കൾ പറയുന്നത് ദൈവപുത്രന്റെ ജഡധാരണത്തിന്റെ തെളിവ് നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വേദവാക്യമാണ് ഈ ഫിലിപ്പി ലേഖനത്തിലെ ഈ വാക്യം. അവിടെ എന്താ പറയുന്നത്? തന്നെത്താൻ ഒഴിച്ച് മനുഷ്യ സാദൃശ്യത്തിലായി. അപ്പോൾ ഈ തന്നെത്താൻ ഒഴിച്ച് മനുഷ്യ സാദൃശ്യത്തിലായി എന്ന പ്രയോഗം ക്രിസ്തുവിന്റെ ജഡധാരണത്തിന് മതിയാവോളം തെളിവ് നൽകുന്ന ഒരു പ്രയോഗമാണ്. എന്നാൽ ഇതിൽ നിന്ന് തന്നെ മറ്റൊരു ചിന്ത പലരും പഠിപ്പിക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? ആ മനുഷ്യ സാദൃശ്യത്തിലായി എന്ന് മാത്രമല്ല, തന്നെത്താൻ ഒഴിച്ചു എന്നൊരു പ്രയോഗമുണ്ട്. ആ തന്നെത്താൻ ഒഴിച്ചു എന്ന പ്രയോഗത്തിലൂടെ പലരും മനസ്സിലാക്കുന്നത് യേശുക്രിസ്തു ദൈവത്വമെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ഇവിടേക്ക് വന്നത് എന്ന്. വാസ്തവത്തിൽ വേദപുസ്തകം പഠിക്കുന്ന നമുക്ക് അത് അംഗീകരിക്കാൻ കഴിയുകയില്ല. തന്നെത്താൻ ഒഴിച്ചു എന്ന് പറയുമ്പോൾ യേശുക്രിസ്തു ദൈവത്വമെല്ലാം ഉപേക്ഷിച്ചിട്ട് ഇങ്ങോട്ട് വന്നു എന്നുള്ള അർത്ഥമല്ല. കർത്താവായ യേശു ജഡത്തിൽ ഈ ഭൂമിയിലായിരുന്നപ്പോഴും അവിടുന്ന് ദൈവം തന്നെയായിരുന്നു. അവിടുന്ന് പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിട്ടാണ് ഈ ഭൂമിയിൽ ജീവിച്ചത് എന്നുള്ളത് വചനം വ്യക്തമാക്കുന്നുണ്ട്. ദൈവത്തിന് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ കഴിയാത്ത, ദൈവത്തിൽ മാത്രം നിൽക്കുന്ന 3 സ്വഭാവങ്ങൾ ഉണ്ട്. അത് 1 സർവജ്ഞാനം, 2 സർവശക്തി, 3 സർവവ്യാപകത്വം. ഈ 3 കാര്യങ്ങൾ യേശുക്രിസ്തു ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട്, തന്നെത്താൻ ഒഴിച്ചു എന്ന പ്രയോഗത്തിലൂടെ ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് താൻ ഈ ലോകത്തിൽ വന്നു എന്ന് ചിന്തിക്കരുത്. അവിടുന്ന് ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്നെ
അവിടുന്ന് ദൈവമായിരുന്നു. സർവജ്ഞാനിയായ ദൈവമായിട്ട്, സർവവ്യാപിയായ ദൈവമായി, സർവശക്തനായ ദൈവമായി അവിടുന്ന് മനുഷ്യ സദൃശത്തിൽ ഈ ഭൂമിയിൽ ജീവിച്ചു. അപ്പൊ ജഡധാരണമെടുത്ത് ഈ ഭൂമിയിൽ വന്നപ്പോഴും അവിടുന്ന് സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമായിരുന്നുവെന്ന് അവിടുന്ന് ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ തന്നെ ആ കർത്താവിനെ കുറിച്ച് തിരുവെഴുത്ത് പറയുന്നുണ്ട്. അത് ഞാൻ ഒന്ന് വേഗത്തിൽ ഓർപ്പിക്കാം. ഒന്ന്, അവിടുന്ന് ജഡധാരണം ചെയ്ത് അഥവാ ജഡത്തിൽ ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ തന്നെ അവിടുന്ന് സർവജ്ഞാനി ആയിരുന്നു. അത് ഉപേക്ഷിച്ചിട്ടല്ല അവിടുന്ന് വന്നത്. ഇവിടെ ജീവിച്ചപ്പോൾ തന്നെ അവിടുന്ന് സർവജ്ഞാനി ആയിരുന്നുവെന്ന് തെളിയിക്കുന്ന ഒരു വേദഭാഗം മാത്രം, പലതുണ്ട്, അതിലൊന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. 2-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 24-ാം വാക്യം നമുക്ക് വായിക്കാം. യോഹന്നാൻ 2:24. വേഗത്തിൽ. യേശുവോ എല്ലാവരെയും അറിയുക കൊണ്ട് തന്നെത്താൻ അവരുടെ പക്കൽ വിശ്വസിച്ചു. യേശുവോ എല്ലാവരെയും അറിയുക കൊണ്ട് തന്നെത്താൻ വിശ്വസിച്ചേൽപ്പിച്ചില്ല. ഇവിടെ ഒരു പ്രയോഗം ശ്രദ്ധിക്കണം. യേശുവോ എല്ലാവരെയും അറിയുക കൊണ്ട്. ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് എല്ലാവരെയും അറിയാം? അറിയാഞ്ഞിട്ട് ഇവിടെ കിടക്കപ്പുറതിയില്ല, ഇല്ലേ? അറിയുകയും കൂടെ ചെയ്തിരുന്നെങ്കിലോ? ഇപ്പോൾ ഇത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും ഞാൻ നോക്കുമ്പോൾ എല്ലാവരുടെയും കണ്ണ് എന്റെ മുഖത്തേക്ക് ബൾബ് തെളിഞ്ഞു നിൽക്കുന്നത് പോലെ ഇങ്ങനെ നിൽക്കുക. എന്നാൽ അവരുടെ മനോമുഖരത്തിലൂടെ കടന്നുപോകുന്ന ചിന്തകള് ഏതൊക്കെയാണെന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാ. എന്റെ മനോമുഖരത്തിലൂടെ കടന്നുപോകുന്ന ചിന്തകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കും അറിഞ്ഞുകൂടാ. എന്താ അതിന്റെ കാരണം? നമ്മൾ സർവജ്ഞാനികള് അല്ല എന്നുള്ളതാണ്. യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് ഇവിടെ പറയുന്നു, അവൻ എല്ലാവരെയും അറിയാൽ. അതിന്റെ ഒരു തെളിവ് ഞാൻ തരാം. നിങ്ങൾക്കറിയാവുന്നതാണ്. യേശുക്രിസ്തുവിനെ ഒരു പ്രമാണിയായ ശീമോൻ അത്താഴത്തിന് ക്ഷണിച്ചു. അത്താഴത്തിന് ക്ഷണിച്ച് യേശു അവിടെ ഇരുന്നപ്പോൾ ഒരു പാപിനിയായ സ്ത്രീയെ, അവള് ക്രിസ്തുവിന്റെ പാദത്തിൽ വന്ന് അവൾ കണ്ണുനീര് ആ പാദത്തിൽ വീഴ്ത്തി, അവള് പാദത്തിൽ ചുംബിച്ചു. ഇവളിത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈ പ്രമാണി അവിടെ ഇരുന്നു കൊണ്ട് പറഞ്ഞില്ല, മനസ്സിലോർത്തതേയുള്ളൂ. ഇവനൊരു ദൈവപുത്രനൊക്കെ ആയിരുന്നെങ്കിൽ, ഇവനൊരു പ്രവാചകനായിരുന്നെങ്കിൽ ഈ പെണ്ണുമ്പിള്ള, എന്റെ നാട്ടുഭാഷയെ ഞാനങ്ങ് പറയുക, ഈ പെണ്ണുമ്പിള്ള എങ്ങനെയുള്ളവളായിരുന്നെന്ന് പുള്ളി അറിയുമായിരുന്നു. ചുമ്മാതാ, പ്രവാചകനൊന്നുമല്ല. ഈ ശീമോൻ മണ്ടൻ. കർത്താവ് പറഞ്ഞു, ശീമോനെ, നീ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് എന്താണെന്ന് ഞാൻ അങ്ങോട്ട് പറയാം. നമുക്കാ കഴിവില്ല. ഉണ്ടോ? ഉണ്ടായിരുന്നെങ്കിൽ എപ്പോഴും നമ്മൾ നല്ലത് തന്നെ ചിന്തിക്കുമായിരുന്നു, ഇല്ലേ? നമുക്കാ കഴിവില്ല. എന്നാൽ യേശുക്രിസ്തു ആ ഹൃദയങ്ങളെ അറിഞ്ഞു. ഇവിടെ പറയുന്ന വാക്ക് അവൻ എല്ലാവരെയും അറിയാൻ. എന്റെ വാത്സല്യ സഹോദരങ്ങളെ, യേശുക്രിസ്തുവിന്റെ സർവജ്ഞാനത്തെ അല്ലാതെ പിന്നെ എന്തിനെയാ ഇത് വെളിപ്പെടുത്തുന്നത്? അപ്പോൾ യേശുക്രിസ്തു എല്ലാം ഒഴിച്ചു വന്നു എന്ന് പറയുമ്പോൾ തന്റെ ദൈവീകവും ദൈവത്വവും ദൈവിക ഗുണങ്ങളും എല്ലാം ഉപേക്ഷിച്ചിട്ട് വന്നു എന്ന് പറയുന്നവർക്കുള്ള ഒരു വ്യക്തമായ മറുപടി, അവിടുന്ന് ജഡത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴും അവിടുന്ന് സർവജ്ഞാനിയായിട്ട് ജീവിച്ചു എന്നുള്ളത് വ്യക്തമാക്കാനായിട്ട് കഴിയും. മറ്റൊന്ന്, ഈ ശിഷ്യന്മാര് തമ്മിൽ പറഞ്ഞില്ല, അവരുടെ മനസ്സ് തമ്മിൽ പറഞ്ഞു, നമ്മുടെ കൂട്ടത്തിൽ ആരാണ് വലിയവൻ. ഒടുവിലെ ഒരുത്തന്റെ മോനെ കൊണ്ടുവന്നു ഭൂതമിട്ട് ഉരുട്ടുക, അവനെ ഇട്ടുകൊണ്ട് ഉരുട്ടുക. അപ്പൊ കർത്താവ്, യാക്കോബ്, യോഹന്നാനും പത്രോസും കൂടെ മരുവമലയില. ഈ മറ്റുള്ളവരോട് പറഞ്ഞു ഇവനെ ഒന്ന് സൗഖ്യമാക്കാൻ. അവര് പഠിച്ച പണി 18 നോക്കിയിട്ട് പറ്റുന്നില്ല. ഇന്നത്തെ പോലെ പത്സിക്കുകയും ശാസിക്കുകയും ബഹളം എല്ലാം നടക്കുന്നുണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് കർത്താവ് വരുന്നത്. കർത്താവ് സൗഖ്യമാക്കി. കർത്താവ് ഇവരെ ശാസിക്കുന്നു. ഒടുവിൽ ശിഷ്യന്മാരുമായി തനിയെ ഇരിക്കുമ്പോൾ ചോദിച്ചു, നിങ്ങൾ ഈ വഴിയിൽ എന്തോ ആയിരുന്നു പറയുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്? അവിടെ എഴുതിയിട്ടുണ്ട്, ഈ കാര്യമായതുകൊണ്ട് അവർ പറയാൻ മടിച്ചു എന്നാണ്. അപ്പോൾ ഇവരുടെ മനസ്സിൽ തങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് വലിയവനെന്നുള്ള ചിന്ത ഉണ്ടായത്. ഇതൊന്നും ശ്രദ്ധിക്കാതിരിക്കുന്നു എന്ന് തോന്നിയിരുന്ന കർത്താവിന്റെ ഉള്ളത്തിൽ അതറിഞ്ഞു.
അത് നാം പ്രത്യേകിച്ച് ഭയത്തോടുകൂടി ഓർക്കേണ്ടതാ. ഇന്നത്തെ വിഷയം മുഴുവൻ അതാ. നമ്മുടെ കൂട്ടത്തിൽ ആരാണ് വലിയവൻ? സഭയിലായിരുന്നാലും സമൂഹത്തിലായിരുന്നാലും ഏത് തലങ്ങളിലായിരുന്നാലും ഉണ്ടാകുന്ന ഗ്രൂപ്പിസവും വഴക്കും വയ്യാവേലിയും എല്ലാം ഈ ഒരൊറ്റ കാരണത്തിൽ ബേസ് ചെയ്താണ്. ഏത്? നമ്മുടെ കൂട്ടത്തിൽ ആരാണ് വലിയവൻ? എന്നാൽ ഒരു കാര്യം ഓർക്കേണ്ടത്, അങ്ങനെ ഒരു ചിന്ത വരുമ്പോൾ ഭയത്തോട് അതങ്ങ് വിട്ടുകളയണം. കാരണം ഇതറിയുന്ന ഒരു കർത്താവുണ്ട്. പോട്ടെ, എന്റെ വിഷയം അതല്ലല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ജഡധാരണം ചെയ്ത് ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ അവിടുത്തെ ദൈവത്വവും അവിടുത്തെ ദൈവിക ഗുണങ്ങളും ഉപേക്ഷിച്ചിട്ട് വന്നു എന്ന് ചിന്തിക്കരുത്. അവിടുന്ന് സർവജ്ഞാനിയായ ദൈവമായി തന്നെയാണ് ഈ ജഡത്തിൽ ജീവിച്ചത് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. രണ്ടാമത് മറ്റൊരു തെളിവ് യേശുക്രിസ്തുവിന്റെ സർവശക്തിയാണ്. അതിനും ഒത്തിരി തെളിവുകളുണ്ട്, അത്ഭുതങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരി വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 5-6 വാക്യങ്ങളിൽ അവിടുത്തെ സർവശക്തിയുടെ ഒരു തെളിവ് ദൈവാത്മാവ് നമുക്ക് നൽകുന്നുണ്ട്. യോഹന്നാൻ 18-ന്റെ 5-6 വാക്യങ്ങളൊന്ന് വായിക്കാം. യേശുവിനെ എന്ന് അവർ ഉത്തരം പറഞ്ഞപ്പോൾ അത് ഞാൻ തന്നെ എന്ന് യേശു പറഞ്ഞു. അവനെ കാണിച്ചു കൊടുക്കുന്ന യൂദായും അവരോടുകൂടെ നിന്നിരുന്നു. ഞാൻ തന്നെ എന്ന് അവരോട് പറഞ്ഞപ്പോൾ അവർ പിൻവാങ്ങി നിലത്തു വീണു. ഞാൻ തന്നെ എന്ന് അവരോട് പറഞ്ഞപ്പോൾ അവർ പിൻവാങ്ങി നിലത്തു വീണു. ഞാൻ തന്നെ എന്ന് പറയുന്നതിനേക്കാൾ നല്ല പ്രയോഗം ഞാൻ ആകുന്നു, ഞാനാകുന്നു. ഇന്നലെ കർത്താവിന്റെ ദാസൻ വർഗീസ് കുര്യൻ ആ കാര്യം വിവരിക്കുകയുണ്ടായി. മോശയോട് ദൈവം പറഞ്ഞു, ഞാനാകുന്നവൻ ഞാനാകുന്നു, ഞാനാകുന്നു എന്നുള്ളവൻ നിന്നെ അയച്ചിരിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്ന മോശയ്ക്ക് ഇത് വല്ലതും മനസ്സിലായി? മോശയ്ക്കും ഇത് മനസ്സിലായില്ലെന്നുള്ളതാ ഞാൻ വ്യക്തമാക്കുന്നത്. ഞാൻ ചിലപ്പോൾ അല്പം നർമ്മത്തിൽ പറയാറുണ്ട്, ഇത് മറന്നു പോകാതിരിക്കാൻ പിള്ളേർ ഉരുവിടുന്നത് പോലെ മോശ ഉരുവിട്ടുകൊണ്ടായിരിക്കും ചിലപ്പോൾ നടന്നത്. ഞാനാകുന്നവൻ അപ്പം അവർ ചോദിച്ചാൽ ഇങ്ങനെ പറയണം, ഞാനാകുന്നവൻ. ഇതിന്റെ ഒരു വിശദീകരണം ചോദിച്ചാൽ മോശയ്ക്ക് അറിഞ്ഞുകൂടാ പറയാൻ. മനസ്സിലാക്കേണ്ട ഒരു കാര്യം. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞു, യേശുക്രിസ്തു ഭൂമിയിലേക്ക് ജഡധാരണം ചെയ്തു വന്നു. അവിടുത്തെ പരസ്യ ശുശ്രൂഷയുടെ ഒടുവിൽ പിതാവായ ദൈവത്തോട് അവിടുന്ന് പ്രാർത്ഥിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിൽ പിതാവിനോട് അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നൊരു വാക്കുണ്ട്, നിന്റെ നാമം ഞാൻ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. മനസ്സിലാക്കണം, നിന്റെ നാമം ഞാൻ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. നിന്റെ നാമം ഏതാ? ഞാനാകുന്നവൻ ഞാനാകുന്നു. ആ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ള ആ നാമം ഞാന് ഈ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. എങ്ങനെ വെളിപ്പെടുത്തി കൊടുത്തു? ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ തന്നെ വെളിപ്പെടുത്തി കൊടുത്താൽ പത്രോസ് മുതലായ ശിഷ്യന്മാര് കണ്ണു തള്ളി അന്തിച്ചങ്ങ് നിൽക്കുക. ഇതെന്തൊരു പേരാടാവുക. ഇപ്പൊ ഇവരെ എല്ലാരെയും കൂടെ വിളിച്ച് നിങ്ങളെല്ലാരും ഇങ്ങ് വന്നേ, എന്റെ പിതാവിന്റെ പേരറിയാമോ? അപ്പൊ പത്രോസാണല്ലോ എടുത്തിയാട്ടക്കാരൻ. അറിഞ്ഞുകൂടാ. എന്റെ പിതാവിന്റെ പേര് ഞാനാകുന്നവൻ. ഇവ വാ പൊളിച്ചു. ഇതെന്തൊരു പേരാ ഞാനാകുന്നവൻ? നേരെ ചൊവ്വേ പറഞ്ഞാൽ മനസ്സിലാകാത്ത പാർട്ടികളോട് ഇത് പറഞ്ഞാൽ വല്ലതും മനസ്സിലാകുക. പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും പുളിച്ച മാവ് സൂക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇവരെന്തോ പറഞ്ഞത്? അതെ, അപ്പം എടുക്കാഞ്ഞ കാര്യമായി പറഞ്ഞത്. ഇത്രയേ ഉള്ളൂ ഇവരുടെ ഇതാ. ഇവരോടപ്പോൾ ഇതങ്ങോട്ട് പറയാൻ പോയാൽ എങ്ങനെയാ മനസ്സിലാകുന്നത്? അപ്പോൾ ഞാൻ നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ അത് വെളിപ്പെടുത്തി കൊടുത്തു. കുറെ വ്യക്തമായി പറഞ്ഞാൽ അവരെന്തെല്ലാം ആവശ്യക്കാരായിട്ടിരിക്കുന്നുവോ അങ്ങനെ ആയിത്തീർന്നുകൊണ്ട് ക്രിസ്തു പിതാവിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ഞാനാകുന്നു. ക്രിസ്തു അത് കുറെ കൂടെ മനസ്സിലാകുന്ന വിധത്തിൽ അവരോട് പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പം ആകുന്നു, ഞാൻ വാതിൽ ആകുന്നു, ഞാൻ നല്ല ഇടയൻ ആകുന്നു, ഞാൻ മുന്തിരിവള്ളി ആകുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചം ആകുന്നു. അങ്ങനെ പിതാവിന്റെ നാമം കുറെ കൂടെ ലളിതമാക്കിക്കൊണ്ട് അവർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ അവർക്ക് എന്തൊക്കെ ആവശ്യമായിരിക്കുന്നുവോ അങ്ങനെ ആയിത്തീർന്നുകൊണ്ട് കർത്താവായ യേശു അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയുണ്ടായി. ഞാനാകുന്നവൻ ഞാനാകുന്നു. ഇവിടെ എന്താ നമ്മൾ കാണുന്നത്? യേശുക്രിസ്തുവിന്റെ സർവശക്തിയെ വെളിപ്പെടുത്തുന്ന ഈ ഭാഗത്ത് ഗത്സമന തോട്ടത്തിൽ യേശുക്രിസ്തുവിനെ പിടിക്കുവാൻ ഈ ശത്രുക്കൾ വന്നിരിക്കുകയാണ്. കർത്താവ് അവരോട് ചോദിക്കുന്ന ചോദ്യം അതിന്റെ മുകളിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആരെയാകുന്നു തിരയുന്നത്? അപ്പൊ
അപ്പോൾ അവര് പറഞ്ഞു, നസറേയനായ യേശുവിനെ. അത് ഞാൻ ആകുന്നു. പ്രിയപ്പെട്ടവർ, ഈ ശബ്ദത്തിന്റെ മുൻപിലാണ് അവര് നിലത്തു വീണതായിട്ട് എഴുതിയിരിക്കുന്നത്. എന്താ അതിന്റെ കാരണം? എന്നാൽ രണ്ടാമത് നിങ്ങൾ ആരെയാകുന്നു തിരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവർ വീണ്ടും പറയുന്നുണ്ട്, ഞങ്ങൾ നസറേയനായ യേശുവിനെ. കർത്താവ് കൊടുക്കുന്ന മറുപടി അവിടെയുണ്ട്, ഞാൻ തന്നെ എന്ന് നിങ്ങളോട് പറഞ്ഞുവല്ലോ. ഇത് രണ്ടും നമ്മിൽ ചേർത്ത് ചിന്തിക്കണം. ഒന്നാമത് ഞാനാകുന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ ദൈവമഹത്വമാണ് അവിടെ വെളിപ്പെട്ടത്. അതിന്റെ മുൻപിൽ ക്രിസ്തുവിനെ അവർക്ക് പിടിക്കുവാൻ കഴിഞ്ഞില്ല. അവിടുത്തെ സർവശക്തി അവിടെ വെളിപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത് ആ പ്രയോഗത്തിലൂടെ. അതുകൊണ്ട് അവർക്ക് പിടിപ്പാൻ കഴിഞ്ഞില്ല, അവർ നിലത്തു വീണു. എന്നാൽ രണ്ടാമത്തെ ചോദ്യത്തിന് മുൻപിൽ ഞാൻ തന്നെ എന്ന് നിങ്ങളോട് പറഞ്ഞുവല്ലോ എന്ന് പറഞ്ഞിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്ന രംഗമാണ് അവിടെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് പൗലോസ് ഒരിടത്ത് പറയുന്നത്, എന്നെ സ്നേഹിച്ച് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത. അപ്പൊ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തപ്പോഴാണ് ഇവർക്ക് ക്രിസ്തുവിനെ പിടിപ്പാൻ കഴിഞ്ഞത്. അതിനു മുൻപ് കഴിഞ്ഞില്ല. കാരണം ആ പ്രയോഗത്തിൽ അവിടുത്തെ മഹത്വവും സർവശക്തിയുമാണ് വെളിപ്പെട്ടത്. അതിനാൽ അവർക്ക് ക്രിസ്തുവിനെ പിടിപ്പാൻ കഴിഞ്ഞില്ല. അപ്പോൾ യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ തന്നെ അവിടുന്ന് സർവശക്തനായ ദൈവമായി തന്നെ ജീവിച്ചു എന്നുള്ളത് നാം വിശേഷാലും മനസ്സിലാക്കണം. പക്ഷേ അതെല്ലാം ലോകത്തിന് മധ്യത്തിൽ വെളിപ്പെടുത്തുവാൻ അവിടുന്ന് ആഗ്രഹിച്ചുമില്ല. മൂന്നാമത് അവിടുത്തെ സർവവ്യാപകത്വം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 13-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. യോഹന്നാൻ 3:13 വാക്യം. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനും സ്വർഗത്തിൽ ഇരിക്കുന്നവനുമായ മനുഷ്യപുത്രൻ അല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. അതെന്തൊരു പ്രയോഗമാ! സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനും സ്വർഗത്തിൽ ഇരിക്കുന്നവനും. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനും സ്വർഗത്തിൽ ഇരിക്കുന്നവനും ഒരേ സമയത്ത് തന്നെ എവിടൊക്കെയാ പറഞ്ഞേ? ഭൂമിയിലുമാണ്. ഇപ്പൊ ഞാൻ പറയുക, നിങ്ങൾ ആരാ? എന്നോട് നിങ്ങൾ ചോദിക്കുക, നിങ്ങൾ ആരാ? താങ്കൾ ആരാ? ഞാൻ കോട്ടയത്തുനിന്ന് വന്നവനും. അങ്ങനെ പറ്റുമോ? അങ്ങനെ പറ്റുകയില്ല. ഏതെങ്കിലും ഒരു സമയത്ത് കുമ്പനാട്ടായിരിക്കാം, വേറൊരു സമയത്ത് കോട്ടയത്തായിരിക്കാം. അതേ നമുക്ക് പറ്റുകയുള്ളൂ. ഇപ്പൊ അതേ നിങ്ങളൊക്കെ ഓരോരോ സ്ഥലത്തു നിന്ന് വന്നത്, വീടുകളിൽ നിന്ന് വന്നത്. ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ഇവിടെയാ, അവിടെ ഇല്ല. എന്നാൽ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് ഭൂമിയിൽ ഇരിക്കുന്നവനും അല്ല ഇരുന്നവൻ. എങ്ങനെ വന്ന? ഭൂമിയിൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനും സ്വർഗത്തിൽ ഇരിക്കുന്നവനും. ഇത് കർത്താവിന്റെ സർവവ്യാപകത്വത്തിന്റെ വലിയൊരു തെളിവല്ലാതെ പിന്നെ എന്താ ഇത്? പ്രിയപ്പെട്ടവരെ, നാം വളരെ സന്തോഷിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് അനേകരെ പ്രഘോഷിക്കുന്ന, വെളിപ്പെടുത്തുന്ന, ഇന്ന് അനേകരെ ആദരിക്കുന്നു എന്നൊക്കെ പറയുന്നവരെ കുറിച്ച് ഇങ്ങനെ യാതൊരു ക്വാളിറ്റീസും പറയാനില്ല. എന്നിട്ടും അവരെ സേവിക്കുന്ന കാര്യത്തിൽ എത്ര വലിയ തീഷ്ണതയാണ് അവർ കാണിക്കുന്നത്. എന്നാൽ സർവവ്യാപിയും സർവജ്ഞാനിയും സർവശക്തനുമായ ഈ ക്രിസ്തുവിനെ സേവിക്കുന്നതിൽ നാം എത്രമാത്രം ഉത്സാഹമുള്ളവരാണ്. അവിടെയാണ് നാം ചിന്തിക്കേണ്ടത്. എത്രമാത്രം മഹത്വമുള്ളവനാണ്, എത്രമാത്രം നിസ്തുല്യനാണ്. ഒരു വ്യക്തിയോട് ക്രിസ്തുവിനോട് സദൃശ്യപ്പെടുത്തി ചിന്തിക്കുവാൻ കഴിയുകയില്ല. നമ്മൾ പാടുന്നത് പോലെ അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെപ്പോലെ ആരാധ്യനാരുമില്ല. ദൈവത്തിന് സ്തോത്രം. ആ ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ജഡധാരണം ചെയ്തു വന്നപ്പോൾ പലരും ചിന്തിക്കുന്നത് പോലെ ദൈവത്വം പൂർണ്ണമായി ഉപേക്ഷിച്ചുകൊണ്ടല്ല അവിടുന്ന് ഈ ഭൂമിയിൽ വന്നത്. അവിടുത്തെ മനുഷ്യത്വത്തിൽ ദൈവത്വവും ഉൾപ്പെട്ടിരുന്നു, പൂർണ്ണമായും ഉൾപ്പെട്ടിരുന്നു എന്നതിന്റെ ഒരു വലിയ തെളിവാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ചുരുക്കത്തിൽ പൂർണ്ണ മനുഷ്യരും പൂർണ്ണ ദൈവവുമായി യേശുക്രിസ്തു ഈ ലോകത്തിൽ ജീവിച്ചു. അപ്പോൾ ക്രിസ്തുവിന്റെ ജഡധാരണത്തെ കുറിച്ചാണല്ലോ നാം പഠിക്കുന്നത്. ആ ജഡധാരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവാണ് ഫിലിപ്പ് ലേഖനം 2:5. അത് ചിന്തിച്ചു വന്നപ്പോഴാണ് നാം ഈ കാര്യം ഓർത്തത്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. യേശുക്രിസ്തുവിന്റെ ജഡധാരണത്തിനുള്ള രണ്ടാമത്തെ തെളിവിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ഒന്ന് കൊണ്ടുപോകട്ടെ. അതിനു മുൻപ്
യേശുക്രിസ്തു തന്റെ ജഡധാരണം ചെയ്ത് ഭൂമിയിലായിരുന്നപ്പോ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരുന്നു എന്നാണ് നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതിനെ തെളിയിക്കുന്ന, അഥവാ അവിടുത്തെ ദൈവത്വത്തെ ഉപേക്ഷിച്ചല്ല അവിടുന്ന് ഈ ഭൂമിയിലേക്ക് വന്നത് എന്നതിന് തെളിവായി ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പറഞ്ഞ് ഈ ക്ലാസ് ഇപ്പോൾ ഇന്ന് രാവിലെ ഇവിടെ അവസാനിപ്പിക്കുന്നതാണ്. യേശുക്രിസ്തുവിന് നൽകപ്പെട്ടിരിക്കുന്ന പേരുകൾ, ഈ ഭൂമിയിൽ ക്രിസ്തുവിനെ വിളിച്ചിരുന്ന പേരുകൾ പലതുണ്ട്, നമുക്കതറിയാം. ക്രിസ്തുവിനെ മനുഷ്യപുത്രൻ എന്ന് വിളിച്ചിട്ടുണ്ട്, ദൈവപുത്രൻ എന്ന് വിളിച്ചിട്ടുണ്ട്, ദാവീദ് പുത്രൻ എന്നും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ മനുഷ്യപുത്രനും ദൈവപുത്രനും ഇത് യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വത്തെയും ദൈവത്വത്തെയും വെളിപ്പെടുത്തുന്ന പ്രയോഗങ്ങളാണ്. മനുഷ്യപുത്രനും ദൈവപുത്രനും എന്നൊക്കെ സുവിശേഷങ്ങളിൽ എവിടെയൊക്കെ എഴുതിയിട്ടുണ്ടെന്നുള്ളത് ഹാജരാക്കാൻ ആവശ്യമില്ല, കാരണം നിങ്ങൾക്കിതൊക്കെ അറിയാം. എന്നാൽ ഞാനിവിടെ ഓർപ്പിക്കുന്നത്, മുൻപ് പറഞ്ഞു വന്നതിന്റെ തുടർച്ചയാണ്, ക്രിസ്തു അവിടുത്തെ ദൈവത്വം ഉപേക്ഷിച്ചിട്ടാണ് ഈ ഭൂമിയിലേക്ക് വന്നത് എന്നതിന് അപവാദമായി എതിരായി നിരത്തുന്നയൊരു ആയുധം അല്ലെങ്കിൽ ന്യായം നമുക്കിവിടെ മനസ്സിലാക്കാൻ. അതായത് മനുഷ്യപുത്രന് ഭൂമിയിലായിരുന്നപ്പോൾ അവിടുന്ന് മനുഷ്യപുത്രനും ദൈവപുത്രനുമായിരുന്നു. കഴിഞ്ഞ ദിവസം നാം അത് കേട്ടു. വന്യനായവന്റെ പുത്രനോ എന്ന് ചോദിച്ചതിന് ക്രിസ്തു പറഞ്ഞു, അതെ ഞാനാകുന്നു. അപ്പോൾ അവിടുന്ന് സമ്മതിച്ചു, ഞാൻ ദൈവപുത്രനാണ്. ദൈവപുത്രൻ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ വെളിപ്പെടുത്തുന്ന ഒരു പ്രയോഗമാണ്. മനുഷ്യപുത്രൻ എന്നുള്ളത് യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വത്തെ വെളിപ്പെടുത്തുന്ന ഒരു പ്രയോഗമാണ്. അപ്പോൾ ഭൂമിയിലായിരുന്നപ്പോൾ അവിടുന്ന് മനുഷ്യപുത്രനും ദൈവപുത്രനുമായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് തന്നെ അവിടുന്ന് പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരുന്നുവെന്ന് ആ പ്രയോഗത്തിലൂടെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. രണ്ടാമത് മറ്റൊരു തെളിവ് ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 31-32 വാക്യങ്ങളാണ്. ഞാനെടുത്ത് വായിപ്പിക്കുന്നില്ല, സമയമായി കഴിഞ്ഞല്ലോ. ലൂക്കോസ് 1:31-32 വാക്യങ്ങളിൽ ദൂതൻ മറിയയോട് ജനിക്കാനിരിക്കുന്ന യേശുവിനെ കുറിച്ച് പറയുന്ന രണ്ട് പ്രയോഗങ്ങളുണ്ട്. ഒന്ന് മകൻ എന്നവിടെ പറഞ്ഞിട്ടുണ്ട്, മകൻ. അത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, ആ വേദഭാഗം നിങ്ങൾ നോക്കിക്കൊള്ളുക, മകൻ. മറ്റ് അതിനുശേഷം പറയുന്നത് അത്യുന്നതന്റെ പുത്രൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. മകനെന്നും പറഞ്ഞിട്ടുണ്ട്, അത്യുന്നതന്റെ പുത്രൻ എന്നും പറഞ്ഞിട്ടുണ്ട്. ആ വേദഭാഗം ശ്രദ്ധിക്കുന്നെങ്കിൽ യെശയ്യാപ്രവചനം 9:6 ഒരു മകൻ പ്രയോഗമുണ്ട്. പക്ഷേ ആ മകൻ പ്രയോഗമല്ല ഇവിടെ പറയുന്ന ആ മകൻ എന്നുള്ള പ്രയോഗം. ഇത് തികച്ചും മറിയയുടെ മകൻ എന്ന നിലയിലാണ് അവിടെ മകൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വത്തെ വെളിപ്പെടുത്തുന്ന ഒരു പ്രയോഗമാണ്. എന്നാൽ അതിനുശേഷം പറയുന്നത് അത്യുന്നതന്റെ പുത്രൻ എന്നാണ്. അത് അവിടുത്തെ ദൈവത്വത്തെ വെളിപ്പെടുത്തുന്ന ഒരു പ്രയോഗമാണ്. അപ്പോൾ മകൻ, അത്യുന്നതന്റെ പുത്രൻ. അപ്പോൾ യേശുക്രിസ്തു ജഡധാരണത്തിൽ മനുഷ്യനുമായിരുന്നു ദൈവവുമായിരുന്നു എന്നതിന്റെ മറ്റൊരു തെളിവാണ് ആ പ്രയോഗം എന്ന് പറയുന്നത്. വേറെയൊന്ന് യെശയ്യാപ്രവചനം 9:6 വാക്യമാണ്. അത് നമുക്കൊക്കെ പരിചയമാണ്. ആ പ്രയോഗത്തിൽ അല്ലെങ്കിൽ ആ വാക്യം പരിശോധിക്കുമ്പോഴും യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വത്തെയും ദൈവത്വത്തെയും വെളിപ്പെടുത്തുന്ന രണ്ട് പ്രയോഗങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. എങ്ങനെയാ അത് തുടങ്ങുന്നത്? നമ്മൾ ഈ ക്ലാസ് നിർത്താൻ പോകുന്നതിന്റെ സന്തോഷത്തിൽ ഒന്ന് കാണാതെ പറഞ്ഞിട്ട് എങ്ങനെയാ അത് തുടങ്ങുന്നത്? നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. രണ്ടാമത്തേത് നമുക്കൊരു മകൻ ജനിച്ചിരിക്കുന്നു എന്നല്ല, പിന്നെ നൽകപ്പെട്ടിരിക്കുന്നു. അപ്പൊ നോക്കുക, ആ രണ്ട് കാര്യങ്ങൾ ചേർത്ത് ചിന്തിക്കണം. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, അത് യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വം ജനിക്കുകയാണ്. മറ്റേത് നൽകപ്പെടുകയാണ്. അപ്പൊ നൽകപ്പെടണമെങ്കിൽ ഈ മകൻ മുൻപേ ഉണ്ട്. തന്നോട് കൂടെയുള്ള മകനെയാണ് ഇങ്ങോട്ട് തരുന്നത്, ഈ ജനിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു എന്നുള്ളത് യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വത്തെയും ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ക്രിസ്തുവിന്റെ ദൈവത്വത്തെയും സൂചിപ്പിക്കുന്ന പ്രയോഗമായി കാണാൻ കഴിയുന്നു. പ്രിയപ്പെട്ടവരെ, എത്രയെത്ര തെളിവുകളാണ് നമ്മുടെ കർത്താവായ യേശുവിന്റെ നിസ്തുല്യതയെ വെളിപ്പെടുത്തത്തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് നൽകിയിരിക്കുന്നത്. ദൈവത്തിന് മഹത്വം. ഏറ്റവും ഒടുവിലായി ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കും. യേശുക്രിസ്തുവിന് ഭൂമിയിൽ വെച്ച് നിരവധി പേരുകൾ ഉണ്ടായിരുന്നുവെന്ന് ഞാൻ ഓർപ്പിച്ചല്ലോ. അതിൽ വളരെ പ്രധാനമർഹിക്കുന്ന 3 പേരുകൾ ഞാനൊന്ന് പറയുക. ഒന്ന് യേശു.
രണ്ടാമത്തേത് ക്രിസ്തു, മൂന്നാമത് ഇമ്മാനുവേൽ. ഈ 3 പേരുകൾ നമുക്കറിയാം. യേശു എന്നുള്ളത് അവിടുത്തെ മാനുഷിക നാമമാണ്. അത് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. അവിടുത്തെ മാനുഷിക നാമമാണ് യേശു എന്ന് പറയുമ്പോൾ. 2, ക്രിസ്തു എന്നുള്ളത് അവിടുത്തെ ഔദ്യോഗിക നാമമാണ്. ക്രിസ്തു, അഭിഷക്തൻ, അവിടുത്തെ ഔദ്യോഗിക നാമം. 3 ഇമ്മാനുവേൽ എന്നുള്ളത് അത് ദൈവീക നാമം. മനസ്സിലാക്കണം ഈ 3 കാര്യം. യേശു മാനുഷിക നാമം, ക്രിസ്തു ഔദ്യോഗിക നാമം, ഇമ്മാനുവേൽ ദൈവീക നാമം. പ്രിയപ്പെട്ടവരെ, ഈ നാമങ്ങളും ഇന്ന് നമുക്കൊരു കാര്യത്തിന്റെ തെളിവ് നൽകുന്നുണ്ട്. നാം വിശ്വസിക്കുന്ന, ആരാധിക്കുന്ന നമ്മുടെ കർത്താവ് ജഡധാരണം ചെയ്ത് ഈ ഭൂമിയിൽ വന്നപ്പോൾ അവിടുന്ന് പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവും ആയിരുന്നു. ഈ ദൈവം മനുഷ്യനായിട്ട് മണ്ണിലേക്ക് അവതരിക്കുകയും നമുക്ക് വേണ്ടി കുരിശിൽ മരിക്കുകയും നമ്മുടെ പാപങ്ങളുടെ പരിഹാരം വരുത്തി ഉയർത്തെഴുന്നേറ്റ് മഹിമയുടെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്യുന്നതിനാൽ ദൈവത്തിന്റെ അളവറ്റ കൃപയാലും കരുണയാലും ഇന്ന് രാവിലെയും കടന്നുവന്ന് ദൈവപുത്രനായ യേശുവിനെ കുറിച്ചുള്ള പഠനം നടത്തുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകിയല്ലോ. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് രാവിലെ ഇങ്ങനെ ധ്യാനിച്ചിരുന്നപ്പോൾ ഓർത്തു, എന്റെ കർത്താവേ, ഇത്രയും അത്യുന്നതനായ, ഉന്നതനായെന്ന് ഞാൻ പറയുന്നില്ല, അത്യുന്നതനായ അവിടുത്തെക്കുറിച്ച് തിരുവെഴുത്തിന്റെ സഹായത്താൽ പഠിപ്പിക്കാൻ ഞാൻ എന്തുള്ളൂ. ചെല്ലു പറയത്തില്ലേ, എന്നെക്കുറിച്ച് പറയാൻ നിനക്കെന്ത് യോഗ്യതയാവുള്ളത്? അങ്ങനെയെങ്കിൽ അത്യുന്നതനായവനെ സംബന്ധിച്ച് അവിടുത്തെ കന്യകാ ജനനത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ ചാണ്ടപ്പിള്ളേ നിനക്കെന്താടാവുകയെ യോഗ്യതയുള്ളത്? യോഗ്യതയില്ലാത്തതുകൊണ്ടാണ് പഠിപ്പിക്കുന്നത്. യോഗ്യതയില്ലാത്തതുകൊണ്ടാണ് പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അയോഗ്യനായിരുന്നവനെ ഇത് പറയാൻ യോഗ്യനാക്കി തീർത്തു, അത്രയേ ഉള്ളൂ. അത് കേൾക്കാനുള്ള ഭാഗ്യവും പഠിക്കാനുള്ള ഭാഗ്യവും ഉൾക്കൊള്ളാനുള്ള ഭാഗ്യവും ദൈവോത്തരനുമായി ബന്ധപ്പെടാനുള്ള ഭാഗ്യവും അവിടുത്തെ മഹത്വവും അവിടുത്തെ നിസ്തുല്യതയും ഈ പഠനങ്ങളിലൂടെയൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ, എന്റെ വാത്സല്യ സഹോദരങ്ങളെ, പ്രാരംഭ ദിവസം ഞാൻ ഓർപ്പിച്ചതുപോലെ ഈ കർത്താവിനെ കൂടുതൽ കൂടുതൽ സ്നേഹിപ്പാൻ നമുക്ക് സാധിക്കണം. 18-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, എന്റെ ബലമായ യഹോവയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അത് നെഞ്ചിൽ നിന്ന് പറയുവാൻ, ഹൃദയത്തിൽ നിന്ന് പറയുവാൻ, ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം നമ്മളിൽ വർദ്ധമാനപരമായിട്ട് വരുമ്പോൾ അത് നാം വ്യക്തമായി, അല്ലെങ്കിൽ നമ്മുടെ അനുഭവത്തിൽ സമർപ്പണത്തോടുകൂടെ നാം അത് പറയണം, കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. കർത്താവിനുള്ള സ്നേഹം നമുക്ക് വർദ്ധിച്ചു വരട്ടെ. കർത്താവിനുള്ള ഭയവും ഭക്തിയും നമുക്ക് വർദ്ധിച്ചു വരട്ടെ. കർത്താവിനോടുള്ള ആദരവ് നമുക്ക് വർദ്ധിച്ചു വരട്ടെ. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അവിടുത്തെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവനാമത്തിന് നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. ഇന്നും അനുഗ്രഹിക്കപ്പെട്ട ക്ലാസുകൾ പ്രിയ സഹോദരനിൽ നിന്ന് നമുക്ക് ശ്രവിക്കാനായിട്ട് സാധിച്ചു. വലിയവനായിരിക്കുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ നിറവിൽ സഹോദരനെ ഉപയോഗിച്ചു. നന്ദിയോടുകൂടി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ലേഖനങ്ങളിൽ ക്രിസ്തുവിന്റെ ജഡധാരണത്തെക്കുറിച്ച് നമ്മൾ കേട്ടു. സർവജ്ഞാനം, സർവവ്യാപകത്വം, സമ്പൂർണ്ണ മനുഷ്യനും സമ്പൂർണ്ണ ദൈവവും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പ്രിയ സഹോദരൻ നമ്മളെ പറഞ്ഞ് കേൾപ്പിച്ചു. നാളെയും ഇതേ സമയത്ത് തന്നെ ക്ലാസുകൾ ഉണ്ടായിരിക്കും എന്നുകൂടി ഓർപ്പിക്കുന്നു. ഇനി നടക്കുവാനുള്ള ശുശ്രൂഷയെക്കുറിച്ച് ഓർപ്പിക്കട്ടെ. 10:30 തൊട്ട് 1:30 വരെ സോദരി സമാജം ഉണ്ടായിരിക്കുന്നതായിരിക്കും. 10:30 തൊട്ട് 1:30 വരെ വചന ശുശ്രൂഷ സഹോദരന്മാരായ വർഗീസ് കുര്യൻ, ജോർജ് മാത്യു എന്നിവർ വചനം ശുശ്രൂഷിക്കും. വൈകിട്ട് പതിവ് പോലെ നമ്മളുടെ യോഗങ്ങളുണ്ടായിരിക്കും. ജോർജ് മാത്യു, സഹോദരന്മാരായ ജോർജ് മാത്യു, ജോൺ കുര്യൻ സഹോദരൻ എന്നിവര് വചനം ശുശ്രൂഷിക്കുന്നതായിരിക്കും. പിന്നീട് ഇവിടെ പ്രാർത്ഥനയുണ്ട്. ഈ പന്തലിൽ രാവിലെ 10 തൊട്ട് 10:30 വരെയും അതുപോലെ തന്നെ വൈകിട്ട് 5 തൊട്ട് 6 വരെയും സഹോദരന്മാർ സൗകര്യം കിട്ടുന്നവര് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണമെന്ന് ശേഷാൽ ഓർപ്പിക്കുന്നു, നമ്മുടെ കൺവെൻഷന്റെ അനുഗ്രഹത്തിന് വേണ്ടി. പിന്നീട് പ്രാർത്ഥനയ്ക്ക് ഒരു കാര്യം ഓർപ്പിക്കാനായിട്ട് സഹോദരന്മാർ പറഞ്ഞത്, നമ്മുടെ പ്രിയ സഹോദരൻ കൃഷ്ണൻകുട്ടി സഹോദരന് സൌഖ്യമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നുവെന്ന് ഓർപ്പിച്ചിട്ടുണ്ട്. എവിടെയാണെന്ന് പറഞ്ഞില്ല. പ്രിയ സഹോദരന് വേണ്ടി വിശേഷാൽ പ്രാർത്ഥിക്കണം എന്നുകൂടെ ഓർപ്പിക്കുന്നു. ഇനിയും നമ്മുടെ സഹോദരൻ കെ വർഗീസ്
പ്രാർത്ഥിച്ചിട്ട് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവുമായ യേശു കർത്താവിന്റെ നാമത്തിൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ പൽക്കാലം അതിരാവിലെ സമയത്ത് കർത്താവെ, ഞങ്ങൾക്ക് അവിടുത്തെ പാദപീഠത്തിലേക്ക് കടന്നു വരുവാൻ, അവിടുത്തെ പാദപീഠത്തിലിരുന്ന് നിന്റെ ദാസനിൽ കൂടി ഞങ്ങൾക്ക് നൽകിയ, ഞങ്ങളെ പഠിപ്പിച്ച് ഞങ്ങളുടെ ജീവനാഥനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ കന്യാജനനത്തെക്കുറിച്ചും ജഡാവതാരത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവാം ദൈവം എന്റെ ദാസനിൽ കൂടി ഞങ്ങൾക്ക് പഠിപ്പിച്ച വചനങ്ങൾക്കായി സ്തോത്രം. അത് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഉൾക്കൊണ്ട് കർത്താവെ, ഞങ്ങൾ പഠിപ്പിച്ച വചനം പഠിപ്പിക്കുവാനും അത് കൃപയാൽ അത് ഞങ്ങൾ സാധിക്കുവാമെന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സംഗ്രഹിച്ച് തിരുനാമമഹത്വത്തിനായി ജീവിപ്പാൻ ഞങ്ങളെ പ്രത്യേകാൽ സഹായിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദാസനെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. തുടർന്നും തൃക്കരങ്ങളെടുത്ത് ഉപയോഗിച്ച് തിരുനാമത്തെ മഹത്വപ്പെടുത്തണമേ. ഇങ്ങനെ വർഷത്തക്കനും കർത്താവിനടുത്ത് എന്റെ ജനത്തെ അവിടെ നിന്ന് ഒരുക്കിയതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവെ, തുടർന്നുള്ള ശുശ്രൂഷകളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. തിരുനാമത്തിന് സ്തോത്രം. യേശു കർത്താവിന്റെ അതിപരിശുദ്ധമുള്ള നാമത്തിൽ പിതാവേ കേൾക്കണമേ. ആമേൻ.